ഉണ്ട്. ഓടിയോണ്ട് ഫസ്റ്റ് പെറ്റീഷൻ നമ്മുടെ ആയിരുന്നു. എടുത്ത ഉടനെ ജഡ്ജി ഒരേ സെക്കൻഡിൽ പറഞ്ഞു ഓക്കെ സ്റ്റേ ഗ്രാൻഡ്. കാരണം ഇവര് ചാമ്പറിൽ കയറി ആദ്യം പറയും അഡ്ജസ്റ്റ്മെന്റ് റിട്ടേൺ ജഡ്ജി സബ്ജീഷണം ഇന്ന് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തിലെ സാമ്പത്തിക തട്ടിപ്പും പിന്നെ ചില കള്ളക്കേസുകളും അതിനാസ്പദമാക്കിയും അതുകൂടാതെ ഗുരുമാർഗം പ്രകാശ് സഭ ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘടനയും ഒരു കൂട്ടായ്മയും അവരുടെ ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് വിശദമായിട്ട് സംസാരിക്കുക. കുറിച്ച് ആദ്യം നമുക്ക് ശാന്തിഗിരി ആശ്രമത്തിലെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് പറയാം. 2016 എനിക്ക് ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് ഒരു റെസിപ്റ്റ് തരികയും, കാരണം നമ്മുടെ ഒരു 18 ലക്ഷം രൂപ അവിടെ വാങ്ങിച്ച് സ്നേഹനിധി എന്ന് പറയുന്ന ആ ഒരു പ്രൈവറ്റ് ബാങ്ക് ശാന്തിഗിരി ആശ്രമത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പലിശ തരാമെന്ന് പറഞ്ഞാണ് അത് പണം വാങ്ങിയത്. അപ്പോൾ അമൃതാജന്നി ഗുരുസ്വാമി നിർമ്മലാജന്നി എന്ന് വെച്ചാൽ മഠാധിപതിയായ അമൃതാജന്നി, ജനറൽ സെക്രട്ടറിയായ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ ഗുരുസ്വാമി, അതുകൂടാതെ ഫിനാൻസ് സെക്രട്ടറിയായ നിർമ്മലാജന്നി, കൂടാതെ സുധീന്ദ്രൻ. അപ്പോൾ ഇവരൊക്കെ ഇടപെട്ടാണ് ഈ 2009 പണം വാങ്ങിച്ചിട്ട് 2016 ഈ റെസിപ്റ്റ് തരുന്നത്. കാരണം നിരന്തരമായിട്ട് പുറകെ നടന്ന് കിട്ടിയതാണ്. അപ്പം അത് കൂടാതെ അതിൻ്റെ ഒരു റെസിപ്റ്റ് ഇതാണ് ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾ. അപ്പോൾ ആ സ്നേഹനിധി എന്ന് പറയുന്ന പ്രൈവറ്റ് ബാങ്കിലേക്ക് പലിശ വാഗ്ദാനം ചെയ്ത് പണം കൊടുത്തതിന് ശേഷം എനിക്ക് നാളിതുവരെ ഈ പണം കിട്ടിയില്ല. പണം കിട്ടാമെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നോട്ടീസ് അയച്ചു, ഇവർക്ക് 4 പേർക്ക് അയച്ചു, രജിസ്റ്റേർഡ് വിത്ത് ഐഡി ആയിട്ട്. അതിനുശേഷം ഞാൻ പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതിനുശേഷം വക്കീൽ നോട്ടീസ് അയച്ചു. അതിനുശേഷം ഇപ്പം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി മുഖാന്തരം അത് പരിഗണനയിരിക്കുകയാണ്. കോടതിയുടെ പരിഗണിച്ച ഗുരുസ്വാമി, നിർമ്മലാജന്നി, അമൃതാജന്നി, സുധീന്ദ്രൻ 4 പേർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒട്ടനവധി ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. അതിൻ്റെ അത്യാവശ്യ എവിഡൻസ് ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് സാഹചര്യം ആകുമ്പോൾ അത് കോടതിപരമായ കാര്യമായതുകൊണ്ട് ആ സമയത്ത് അത് സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ശാന്തിഗിരി ആശ്രമം ഒട്ടനവധി ആൾക്കാരെ പറ്റിച്ചതായിട്ട് എന്താ പറയുക എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടി നിയമത്തിൻ്റെ മുമ്പിൽ ഒന്ന് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പലതും തെളിയും. അപ്പം അതുകൊണ്ടാണ് ഈ നിയമ നടപടിക്ക് സ്വീകരിച്ചിരുന്നത്. ഇത്രയും പൈസ കിട്ടാനുണ്ടായിട്ട് പോലും ഈ പറയുന്ന ഒരു ദൗത്യത്തിലേക്ക് എന്നുവെച്ചാൽ ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ബഹുമാനപ്പെട്ട കേരള DGP പരാതി കൊടുക്കുകയും അതിൻ്റെ പിന്നിൽ ഒരു വ്യാജ പോക്സോ കേസ് ഉണ്ടാവുകയും അതിനെ ഫേസ് ചെയ്യും, അതിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് റദ്ദ് ചെയ്യുകയും ഒക്കെ ചെയ്ത് നിൽക്കുന്ന എൻ്റെ അടുത്ത് ഈ പറയുന്ന ഗുരുമാർഗം പ്രകാശ് സഭയുടെയും എന്താ പറയുക ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയും ഒരു ആരോപണം വന്നിരിക്കുന്നു. ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതിയിലേക്കാണ് ഇനി കടക്കുന്നത്. അപ്പം ഈ റെസിപ്റ്റ് തരുന്നതിൻ്റെ ഈ റെസിപ്റ്റ് ശാന്തിഗിരി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സുധീന്ദ്രൻ തീർത്ഥൻ ഒപ്പിട്ട് സീൽ വെച്ച് തരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് വെച്ചാൽ ഗുരുമാർഗം പ്രകാശ് സഭയുടെ കാര്യങ്ങളിലേക്ക് കടക്കും. അദ്ദേഹം കഴിഞ്ഞ ഗുരുജയന്തി ദിവസം കോഴിക്കോട് അതിൻ്റെ പ്രസിഡന്റായ ശ്രീ ശശി ഉദയഭാനു സംസാരിച്ച ആ കാര്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോകളെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുള്ള മറുപടി ഞാനിവിടെ തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഗുരുമാർഗം പ്രകാശ് സഭയുടെ പ്രസിഡന്റായ ശ്രീ ശശി ഉദയഭാനു 2024 ഗുരുജയന്തി ദിവസം കോഴിക്കോട് അവർ ഗുരുമാർഗം പ്രകാശ് സഭ സംഘടിപ്പിച്ച ആ ഗുരുജയന്തി ദിവസം സംസാരിച്ച വിശ്വാസികളോട് സംസാരിച്ചെന്ന് പറഞ്ഞ അവരുടെ യൂട്യൂബ് ചാനലിൽ പുറത്തിറക്കിയിരിക്കുന്ന ആ ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പുറത്തുവിട്ട വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കമൻറ്റിൽ പിൻ ചെയ്യുന്നതാണ്, കമൻറ്റിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ആ വീഡിയോ പോയി കണ്ടിട്ട് ഇത് കണ്ടാലും മതി. ഏതായാലും ഞാനത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ വോയിസ് ഇവിടെ കാണിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ ഇവിടെ തുടങ്ങിയത്. ഇതിന് സ്വാഭാവികമായിട്ടും കുറച്ച് തർക്കങ്ങളകത്തുണ്ടായിട്ടുണ്ട്, ഒന്നും മറച്ചു വയ്ക്കുന്നില്ല.
അത് ചിലരുടെ ധനമോഹത്തെയും ചിലരുടെ അധികാരമോഹവും കൊണ്ടാണ് സംഭവിച്ചത്. എന്തായാലും ഇന്ന് ആ ധനമോഹി അതിനകത്തില്ല, അധികാരമോഹി അതിനകത്തില്ല. അവർ സ്വയം ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ആരും പുറത്താക്കിയതല്ല, അവർ സ്വയം ലെഫ്റ്റായി പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ധനമോഹവും അധികാരമോഹവും. അധികാരമോഹത്തെ എന്ന് വെച്ചാൽ മഹേഷ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ധനമോഹി എന്ന് പറയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ താൽക്കാലികമായിട്ട് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയത്, ഗുരുമാർഗം പ്രകാശ് സഭയുടെ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോയുടെ ഇതുകൊണ്ടാണ്. ആ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഗുരുമാർഗം പ്രകാശ് സഭയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പ്രകാശ് സ്വാമി എന്ന് പറയുന്ന അദ്ദേഹം ബാംഗ്ലൂർ പോയിട്ട് അദ്ദേഹം പാദസേവ ചെയ്യാൻ ഇരുന്ന് കൊടുത്ത ആ ഒരു ഫോട്ടോ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായി പോകുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കേൾക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടിരുന്ന ഒരു ചന്ദ്രബാബു ചിറ്റേക്കാടുണ്ട്. ചന്ദ്രബാബു ചിറ്റേക്കാട് എന്ന് പറയുന്ന ആൾ ഗുരുവിൻ്റെ കുടുംബാംഗം എന്നാണ് പറയുന്നത്. അമ്മയുടെ കുടുംബത്തിലെ ആളാണ്. പക്ഷേ അവരെക്കുറിച്ച് ഗുരു പറഞ്ഞ വാക്ക് ഇപ്പോഴും ഉണ്ട്. ഇവന്മാർ മുട്ടാളന്മാരാണ്, ഇവന്മാർ വന്നു കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരവും കൊടുത്ത് വണ്ടിക്കൂലിയും കൊടുത്ത് പറഞ്ഞേക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സംഘടന തുടങ്ങിയപ്പോൾ ആൾക്കാർ വേണമല്ലോ, അദ്ദേഹം കുടുംബാംഗമാണെന്ന് പറഞ്ഞു വരുന്നു, അദ്ദേഹത്തിനെയും കയറ്റി. ഈ വീഡിയോയിൽ അദ്ദേഹം പരാമർശിക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, ഗുരുവിൻ്റെ കുടുംബാംഗം എന്നാണ് പറയുന്നത്, അമ്മയുടെ കുടുംബത്തിലെ ആളുകൾ. അദ്ദേഹത്തിന് ഉറപ്പില്ല ആ പറയുന്നതിൽ. അദ്ദേഹം അത് എന്താണെന്നറിയോ, ഗുരു ശരീരത്തോടെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ നിൽക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ഗുരു ശരീരത്തോടെ ഉണ്ടായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പോവുമുള്ളൂ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ജീവചരിത്രം പോലൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ബുക്കിൽ ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ രണ്ടാമത് പറഞ്ഞ കാര്യം വെച്ചാൽ മുട്ടാളന്മാർ. അത് ഗുരുവിൻ്റെ അമ്മയുടെ അമ്മയും ഗുരുവുമായിട്ട് ഗുരുവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുത്തെ ദേവി പറഞ്ഞു കൊടുത്താണ് ഇവർക്ക് ഈശ്വരഭക്തി കുറവുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഇവരോട് പറയരുത്, ഇവർ മുട്ടാളന്മാരാണെന്ന് പറഞ്ഞ കാര്യം ഗുരു പരാമർശിച്ചിട്ടുണ്ട്. അതില്ലാത്തതെല്ലാം ഉള്ളത് തന്നെയാണ് ആ പരാമർശിച്ചിട്ടുള്ള കാര്യം. പക്ഷേ ഇദ്ദേഹം അതിലൊരു കള്ളം കൂടി കൂട്ടിക്കെട്ടുന്നുണ്ട്. എന്താണെന്നറിയോ, ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾ വരുമ്പോൾ ആ കുടുംബാംഗങ്ങൾക്ക് വണ്ടിക്കാശും കൊടുത്ത്, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് വണ്ടിക്കാശും കൊടുത്ത് പറഞ്ഞു വിടുന്നു. അത് ഇദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ്. കാരണം ചരിത്രത്തിൽ അങ്ങനൊരു കാര്യമില്ല. അത് അദ്ദേഹം സത്യസന്ധമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, തികച്ചും നുണയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ല, അത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടായിട്ട് ഞാൻ കൂട്ടുന്നു. അടുത്തത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, സംഘടന തുടങ്ങിയപ്പോൾ എന്താ പറയുക, ഇദ്ദേഹം ഗുരുവിൻ്റെ കുടുംബാംഗമാണെന്ന് പറഞ്ഞു വന്നു, അങ്ങനെ കൂടെ കയറ്റിയെന്ന് പറയുന്നു. സംഘടന തുടങ്ങിയെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മഹേഷ് കുമാർ എസ്, അജിത് കുമാർ വി, ചന്ദ്രബാബു CP എന്ന ചന്ദ്രബാബു ചിറ്റേക്കാട്, ഈ 3 വ്യക്തികളും പിന്നെ മണികണ്ഠൻ ചേട്ടൻ കൂടി ഉണ്ടായി ഇത് രജിസ്റ്റർ ചെയ്യാൻ പോകാനായിട്ട്. ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഇദ്ദേഹം ഈ സംഘടനയുടെ പ്രസിഡന്റ് ആണെന്ന് അറിയുന്നത് 1.5 മാസങ്ങൾക്ക് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെയുണ്ട്, വോയിസുകളിൽ തന്നെയുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം പറയുന്നത് സംഘടന തുടങ്ങിയപ്പോൾ വഴിയെ കൂടി പോയി അന്നേരം പിടിച്ച് കയറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ സംഘടന തുടങ്ങാനുള്ള ബൈലോ പോലും എന്ന് പറഞ്ഞാൽ ഞാൻ 2016 തുടങ്ങിയ നവജ്യോതി ശ്രീ കരുണാകരൻ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആ ബൈലോയെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ബൈലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് പറയേണ്ട കാര്യങ്ങളെ കള്ള കൂട്ടിച്ചേർത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം വേറൊരു ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അന്നേരം ഞാൻ പറയാം ഇദ്ദേഹം ആരായിരുന്നു എന്നുള്ളത്, അന്നേരം ഞാൻ പറയാം ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനകത്ത് പ്രധാനമായിട്ടൊരു സ്ത്രീയും ഒരു പുരുഷനുമാണ് നിന്ന് പ്രവർത്തിക്കുന്നത്. ഒരാൾ അതിനകത്തുണ്ട്, ഒരാളെന്ന് പറയുന്നത് ഈ സംഘടന കൊണ്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ ആളാണ്. ഈ സംഘടന തുടങ്ങിയപ്പോൾ ഈ സംഘടനയുടെ പേരിലൊരു യൂട്യൂബ് വേണമെന്ന് പറയുകയും ആ യൂട്യൂബ് എന്നെ സംബന്ധിച്ചോളം 10 വയസ്സൊക്കെ ആയി. നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇതിലൊന്നും നമ്മളത്ര എന്താ പറയുക എക്സ്പെർട്ടൊന്നും അല്ല. അപ്പോൾ യൂട്യൂബ് വേണമെന്ന് ഞാൻ അതുകൊണ്ടുള്ള എന്താ വേണം, അപ്പോൾ എല്ലാവരും അറിയുമെന്ന് പറഞ്ഞു. ശരി നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യൂട്യൂബ് രജിസ്റ്റർ ചെയ്തു, അതിന് അക്കൗണ്ടും കണക്ട് ചെയ്തു. നല്ല കാര്യം. പിന്നീട് ഈ വളരെ അടുത്ത സമയത്താണ് അറിയുന്നത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പേരിലാണ് യൂട്യൂബ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
സംഘടനയുടെ പേരിലല്ല. സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടാണ് ഈ യൂട്യൂബുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കാലക്രമേണ പരസ്യങ്ങൾ വരികയും അതിൽ വരുമാനം ഉണ്ടാവുകയും ചെയ്തു. ഈ പണവും ആ സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 100% തെറ്റാണ്. കാരണം സംഘടന രജിസ്റ്റർ ചെയ്യുന്നത് 23/6/2021 സംഘടന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. സർട്ടിഫിക്കറ്റിൽ ജില്ലാ രജിസ്റ്റർ ഒപ്പുവെച്ചിരിക്കുന്നത് 23/6/2021. അപ്പം അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാണ് ഇദ്ദേഹം ഈ പറയുന്ന പ്രസിഡന്റാണെന്ന് അറിയുന്നത്. ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ആഗസ്റ്റ് 1 2021. ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഇതിനൊരു ഗുരുമാർഗം സെൻട്രൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു 6-7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നേ. ഒരു എക്സിക്യൂട്ടീവിനേലും മുകളിലുള്ള കേന്ദ്ര കമ്മിറ്റി ഓഫീസ്, സെൻട്രൽ കമ്മിറ്റി ഓഫീസല്ല, സെൻട്രൽ കമ്മിറ്റി ഗ്രൂപ്പ്, വാട്സാപ്പ് ഗ്രൂപ്പ്. അതിൽ 7-8 പേരുള്ളൂ. അതിൽ ഞാൻ എൻ്റെ സ്വകാര്യപരമായിട്ട് അന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ആരോടും ചോദിക്കാനില്ല, ആരോടും പറയാനില്ല, ആർക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യും. അപ്പോൾ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു താൽക്കാലികമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തൽക്കാലം നമുക്ക് ചിങ്ങത്തിൽ. അപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നാണ് ചിങ്ങത്തിൽ വേറെ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മോനെ കൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിച്ചു, ഗുരുമാർഗ പ്രകാശൻ എന്നുള്ള പേരിൽ. അന്നേരം ആ ഗ്രൂപ്പിൽ ഞാൻ അവിടെ ഇട്ട് പറഞ്ഞു, ഇത് താൽക്കാലികമാണ്, ഇത് പിന്നീട് നമുക്ക് നല്ലൊരു ചാനൽ വരുമ്പോൾ ഇത് ഹൈഡ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ആ ചാനൽ തുടങ്ങിയത്. അപ്പോൾ അത് സംഘടനയ്ക്ക് വേണ്ടി തൽക്കാലം ഉപയോഗിക്കാം, അത് കഴിയുമ്പോൾ അത് ഹൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സംഘടന പുതിയ തുടങ്ങുമ്പോൾ അതിൻ്റെ വോയിസ് അന്നത്തെ ഡേറ്റ് സഹിതം ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നിട്ടേക്കുന്ന വോയിസും നിങ്ങൾക്ക് കേൾക്കാം. അന്ന് ഞാനിട്ടിരിക്കുന്ന വോയിസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് കേൾക്കാം നമുക്ക്. നമ്മുടെ ഇന്നലെ ഒരു യൂട്യൂബ് ചാനൽ എന്നുവെച്ചാൽ താൽക്കാലികമായിട്ട് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇൻട്രോ ഇടാനായിട്ട്, കാരണം വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ കിട്ടാനായിട്ട് ഒരു ഇൻട്രോ ആവശ്യമാണ്. അപ്പോൾ ഒരു ഇൻട്രോ സാധാരണ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മളിത് ചിങ്ങത്തിൽ നല്ലൊരെണ്ണം തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നല്ല ക്യാമറ വെച്ച് നല്ല രീതിയിൽ ചിങ്ങത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് താൽക്കാലികം നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ നമുക്ക് ഉപയോഗിക്കാം താൽക്കാലികമായിട്ട്. അപ്പോൾ അതിലൊരു ഇൻട്രോ ഞാനിപ്പോൾ എന്താ പറയുക, മോനെ കൊണ്ടൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഇൻട്രോ എന്നല്ല, ഗുരു നടന്നു വരുന്നു, ഗുരുമാർഗം പ്രകാശ് സഭ എന്നുള്ള ഒരു ലെറ്റർ വലുതായി വരും ലാസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ പാട്ടും കൂടി ഇട്ടിട്ടുണ്ട്, ഗുരു ശരണം ശരണം നാഥാന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയാൻ കൊള്ളാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ചാനൽ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് അത് നമുക്ക് മറ്റൊരു ചാനൽ നല്ല രീതിയിൽ വരും. ഇതല്ല, മറ്റേ എല്ലാ ക്യാമറയും സെറ്റപ്പും കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാറും. എന്നിട്ട് ഇത് ഹൈഡ് ചെയ്ത് കളയാം ഈ ചാനൽ. ഓക്കെ, സന്തോഷം. അപ്പോൾ കണ്ടിട്ട് പറയുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനൊരു വരുമാനം കിട്ടുമെന്നോ ഇങ്ങനൊരു എന്താ പറയുക കാര്യങ്ങൾ ചിലവാകുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ ചാനൽ ഏകദേശം 1 വർഷത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. അതിനുശേഷം 12,000 രൂപ കൊടുത്തു. പിന്നീട് അടുത്ത വർഷം 7,000 രൂപ കൊടുത്തുമാണ് ഇതിൻ്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മേടിച്ചത്. അപ്പോൾ അത് പണം മുടക്കിയത് ഇവരാരും മുടക്കിയില്ല. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ യൂട്യൂബിൻ്റെ വരുമാനം $100, അതായത് 8,000 രൂപ 1 വർഷത്തിനുള്ളിൽ വന്നു. അപ്പോൾ അത് വാങ്ങിച്ച്, അപ്പോൾ തന്നെ എത്രയാണ്, 8,000 പ്ലസ് 12,000 ചില്ലാൻ രൂപ. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ കൂടുതൽ പൈസ എന്തിനാണ്, എഡിറ്റിംഗ്. അപ്പം നമ്മളൊന്നും സംഘടനയുടെ 5 പൈസ മേടിച്ചിട്ടില്ല. കാരണം
ഞാൻ പേഴ്സണലായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യത്തെ എങ്ങനെ സംഘടനയിൽ നിന്ന് മേടിക്കുന്നത്? അത് മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചില്ല. അടുത്ത വർഷം 7,000 രൂപ. അപ്പോഴും ഓരോ വർഷവും നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോൾ ആ കിട്ടുന്ന പൈസയിൽ നിന്നാണ് നമ്മളിത് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. എന്നിട്ടും 16,000 രൂപ കിട്ടിയപ്പോൾ 19,000 20,000 രൂപ അടുപ്പിച്ച് ചിലവായി ഈ 2 വർഷം കൊണ്ട്. ഒരു വർഷം ഫ്രീ ആയിട്ടാണ് നമ്മളത് എടുത്തത്. അടുത്ത വർഷം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് പൈസ കൊടുത്തിരിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ചൊന്നും പറയാതെ തികച്ചും കള്ളമാണ് പറയുന്നത്. കാരണം പുള്ളിക്കൊന്നും അറിഞ്ഞൂടാ. പുള്ളിനെ കുറ്റം പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് അതിനെക്കുറിച്ച് ഒരു ABC അറിഞ്ഞൂടാ, ഈ യൂട്യൂബിനെ കുറിച്ച്. പിന്നെ അതിൽ നിന്ന് പണം വന്നത് നമ്മളുടെ വീഡിയോകൾ കണ്ട് ഗുരുവിൻ്റെ ആശയത്തിൽ അപജയം സംഭവിച്ചെന്ന്, പ്രസ്ഥാനത്തിലും അപജയം സംഭവിച്ചെന്ന് മനസ്സിലാക്കിയ വിശ്വാസമുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ അതിൽ ഓരോ വീഡിയോയുടെയും എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പർ വിളിക്കുമ്പോൾ ഞാൻ പറയും സംഘടനയിലേക്ക് ഇടാൻ പോകും. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ സംഘടന കിട്ടും. അപ്പോൾ യൂട്യൂബ് കൊണ്ടുള്ള ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് ആർക്കാണ്? സംഘടനകളല്ലേ. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന യൂട്യൂബിൻ്റെ കുറിച്ച്, വരുമാനത്തെക്കുറിച്ച് അറിയില്ല. യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് വരുന്നത്. അതിൽ ചെയ്യുന്ന വീഡിയോയുടെ എഡിറ്റിങ്ങിൻ്റെ ലക്ഷത്തിലൊരു അംശം പൈസ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ആ എടുത്ത പണി 1000-ത്തിനടുത്ത് വീഡിയോകളിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുടക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ പൈസ അതൊന്നുമില്ല. അതൊന്നും കൂട്ടാതെ ഞാൻ ഈ പറയുന്നു. മനസ്സിലായോ? അപ്പോൾ തികച്ചും തെറ്റായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് മീറ്റിംഗ് പങ്കെടുത്തിട്ട് അതിൽ എവിഡൻസ് കാണാൻ ഇവർക്ക് പറ്റാത്തത്. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പോകും. അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ അദ്ദേഹം ഒറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് പാർട്ടായിട്ട് എനിക്കിതിന് മറുപടി പറയാൻ വേണ്ടി മാത്രം ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ട് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തിയാണ് കേസിൻ്റെ കാര്യങ്ങൾ മൊത്തം കൈകാര്യം ചെയ്തത്. കേസിൻ്റെ കാര്യത്തിന് ഓരോ തവണയും സംഘടനയെടുത്ത് പറയുന്നത് കേസെന്ന് പറഞ്ഞാൽ അതീവ രഹസ്യമാണ്. എന്താ രഹസ്യം? അത് ഹരി അറിഞ്ഞാൽ കുഴപ്പമാകും. ഹരി അറിയണ്ടല്ലോ, ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി 3-5 പേരുണ്ടല്ലോ, അവരോട് പറയാമല്ലോ. അവരാണല്ലോ ഈ പൈസ ഒപ്പിച്ച് കൊടുക്കുന്നത്. അത് എൻ്റെ അടുത്ത് ചോദിക്കരുത്. നമ്മൾ വിചാരിച്ച് കേസ് ജയിച്ചാൽ മതി, നമുക്കിപ്പോൾ അത് അറിഞ്ഞിട്ട് എന്താ കാര്യം? അവസാനം കേസിൻ്റെ ഡേറ്റ് അടുത്ത വ്യാഴമാണെന്ന് പറയും. 20,000-30,000 വേണമെന്ന് പറയും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വരെ കേസിന് പോകണമെങ്കിൽ അദ്ദേഹത്തിന് ബസ്സിലും ട്രെയിനിലും ഒന്നും പോകാനൊക്കില്ല. അദ്ദേഹത്തിന് കാറ് വേണം. കാറിൻ്റെ ചിലവിലേക്ക് 3,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. ആ വകയിലും കാശായി. ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കേസിൻ്റെ അതീവ രഹസ്യമാണ്. കേസിൻ്റെ കാര്യങ്ങൾ സത്യമാണോ? അതീവ രഹസ്യമാണ്. പക്ഷേ പറയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, കേസിൻ്റെ കൂടുതൽ മെറിറ്റിലേക്ക് കടക്കാത്ത എല്ലാ കാര്യങ്ങളും, അത്യാവശ്യം വേണ്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഗുരുമാർഗം സെൻട്രൽ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുമായിരുന്നു. അതിൽ മെയിൻ ഭാരവാഹികളായ എല്ലാവരും 6, 7, 8 പേരുണ്ട്. അത്ര ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അവർ കൃത്യമായിട്ട് അവരെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടാണ്. ഇദ്ദേഹം പറയുന്ന പച്ചക്കള്ളമാണ്. ഇതിൻ്റെ എവിഡൻസുകൾ മൊത്തം എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് ഈ പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം കേസ് വരുന്ന ദിവസം തന്നെ നമുക്ക് പണം കൊടുക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള അഡ്വക്കേറ്റ്സിനാണ് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ നേരിട്ട് നടത്തുന്ന കേസ്. അപ്പം ഇദ്ദേഹം ഇതിന് എന്നെക്കൊണ്ട് വേറെ എൻ്റെ ഇരിക്കുന്ന രേഖകൾ, ഈ എന്നെക്കൊണ്ട് എന്തിനാണ് കേസ് പറയിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, കേസ് ജയിപ്പിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ രേഖകളും എൻ്റെ കയ്യിലും. എന്നുവെച്ചാൽ ഞാൻ സ്വയം എൻ്റെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്, ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതും ഞാൻ ഒപ്പിച്ചത്, എൻ്റെ പേഴ്സണൽ സമ്പാദിച്ചിരിക്കുന്നതാണ് ഈ രേഖകൾ. ആ രേഖകൾ ഞാനേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കേസ്, അപ്പം ഞാൻ കൊടുക്കേണ്ട കേസുകൾ മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇടപാടിൽ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തക്കാരൻ, ഒരു അനിയൻ, എന്നുവെച്ചാൽ ഈ അച്ഛൻ്റെ അനിയൻ്റെയോ ചേട്ടൻ്റെയോ മകനായ സുജിത്ത് വക്കീൽ എന്ന് പറയും, അദ്ദേഹം മുഖാന്തരമാണ് ബൈലോകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞാൻ വിവരാവകാശം വഴി നേടിയെടുത്ത രേഖകളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ കേസ് ഫയൽ ചെയ്യേണ്ടത്. അതെനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്ന സമയത്താണ് ഈ സാഹചര്യത്തിലേക്ക് കേസ് കൊടുക്കേണ്ടി വരുന്നത്. ആ വക്കാലത്ത് ഞാൻ ഒപ്പിടുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അനിയൻ മുഖാന്തരം, ആ അനിയൻ മുഖാന്തരം 5,000 രൂപ അനിയൻ കൈക്കൂലി മേടിച്ചു. കൈക്കൂലി വെച്ചാൽ കമ്മീഷൻ മേടിച്ചു. ആ കമ്മീഷൻ കൊടുക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നുവെച്ചാൽ യഥാർത്ഥ വക്കീലല്ല അദ്ദേഹം, ഈ പറയുന്ന അനിയൻ. ആ കേസിന് വേണ്ടി അഡ്വക്കേറ്റ് ചോദിച്ച തുകയിൽ കൂടുതൽ
5000 രൂപ കമ്മീഷൻ കൊടുക്കുന്ന ഒരു ദൃശ്യമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എന്നിട്ട് ആ കേസ് എന്ത് പറ്റി, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇപ്പം ഈ ദൃശ്യങ്ങളൊന്ന് കാണുക. പിന്നെ ശാന്തിഗിരിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദൃശ്യം കണ്ടിട്ട് അടുത്ത ഞാൻ പറഞ്ഞുതരും. അതീവ രഹസ്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ കേസുകളൊക്കെ സൂക്ഷിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. അപ്പം ഈ ദൃശ്യം ഒന്ന് നമുക്ക് കാണാം. അവരെ മുഴുവൻ പെരുവഴിയിലാക്കുകയും അല്ലെങ്കിൽ എന്ത് പറയുക വെറും വിഡ്ഢികളാക്കുന്ന പണിയല്ല ഇന്ന് ചെയ്തേക്കണം. എന്താ മാത്രമാണ് നമ്മൾ ഇതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്നത്. അയാളോടുള്ള ഒരു വ്യക്തിബന്ധം മറ്റു പലർക്കും അറിയാതെ ഞാനിത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സംഭവം എന്റെ പേരൊക്കെ മാറ്റി മണത്തറിയും, ചോദിക്കുമായിരിക്കും, അറിയുന്നില്ല. ഒന്നും അല്ലെങ്കിലും ഞാനിതിലുണ്ടെന്ന് അറിയാന്നുണ്ടെങ്കിൽ ആദ്യം ഉറപ്പാണ്. അതൊന്ന് നോക്കാവോ? നോക്കട്ടെ. അതിൽ വെച്ചിരിക്കുന്ന നോട്ട് ഒന്ന് പറഞ്ഞുതരാം. അതല്ല, ആദ്യം വെച്ചിരിക്കുന്നത് നോട്ടാണ്. കാരണം എന്തൊക്കെ രേഖകളാണെന്നുള്ളതിന് ഒരു നോട്ടാണ്. അതിന്റെ ഒരു അതിൽ ആ രേഖകളിൽ എഴുതിയിട്ടുണ്ട് 1, 2, 3. അതന്നെ ആവശ്യപ്പെട്ട സാധനങ്ങളും കിട്ടിയ അവരുടെ മറുപടികൾ എന്തൊക്കെയായിരുന്നു അതിനെ കുറിച്ചൊക്കെയുള്ള ആ ഓർഡറിൽ തന്നെ എടുക്കാൻ പറ്റുമല്ലോ. എഴുതാൻ പറ്റുന്നു. അതനുസരിച്ചുള്ള സാധനങ്ങളാണ്. 1, 2 നമ്പർ കൊടുക്കുന്നുണ്ട് കോപ്പികൾ. ഓക്കെ അല്ലേ? പുള്ളിക്ക് ഭയമില്ലാതെ ആയത് പത്മനാഭക്ഷേത്രത്തിന്റെ കേസിലായിരുന്നു ഏറ്റവും വലിയ ത്രെറ്റ്. അത് തുടക്കി ഈ കല്ലറ പൊളിക്കാൻ ആദ്യം അതുകൊണ്ടല്ലേ ഇപ്പോഴും പുള്ളിയുടെ അവിടുത്തെ പാർട്ണറുടെ ഓഫീസ് വടക്കേ നടയില്ലേ, വെസ്റ്റ് ഫോർട്ടിൽ. അങ്ങോട്ട് അവിടെ പോലീസ് നിൽക്കുന്നുണ്ടല്ലേ, ആ ഓഫീസിൽ അവിടെ ഏറ്റവും പോലീസ് സ്ഥിരം ഡ്യൂട്ടിയാണ് ഓഫീസിനകത്ത്. അനന്തപത്മനാഭൻ എന്നാണ് അതിന്റെ ആ ഓഫീസിൽ നടത്തുന്ന ആൾക്കാർ. വടക്കേ ഇതില്ലേ പടിഞ്ഞാറേ കോട്ട, കിഴക്കേ കോട്ടയുടെ നേരെ ഓപ്പോസിറ്റ്. ആ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആദ്യത്തെ വക്കീൽ ഓഫീസ്, അതിനകത്ത് പോലീസ് കാവൽ ഓഫീസിന് വേണ്ടി. അത് മുഴുവൻ ഇദ്ദേഹമാണ് നടത്തിയത്. എന്നിട്ടും പുള്ളി ചിമുങ്ങിനില്ല. മനസ്സിലായി? നടത്തിച്ച മറ്റേ വേറൊരു അദ്ദേഹം മരിച്ചുപോയില്ലേ ആ കേസ് കൊടുത്തത്? അതാ മറ്റേ ഒരു IPS റിട്ടയർ ആയിട്ട് അയാൾ അതിന് തുടക്കം വെച്ചതേ ഉള്ളൂ. ഇത് കേസ് കേട്ടില്ലേ? ഇദ്ദേഹത്തിന്റെ അനിയനാണ് ആ പൈസ മേടിച്ച് ഡോക്യുമെന്റ്സ് മേടിച്ചത്. അദ്ദേഹമാണ് 5000 രൂപ കൈകൊണ്ട് വാങ്ങിയത് കമ്മീഷനായിട്ട്. അപ്പോൾ ഇതിനൊരിടത്തും റെക്കോർഡ്സോ റെസീപ്റ്റോ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ആ കേസ് ഫയൽ ചെയ്ത അഡ്വക്കേറ്റ് തരില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം ലിക്വിഡ് ക്യാഷ് എനിക്ക് കിട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞാണ്. റെക്കോർഡ്സ് ഉള്ളതാണ്. പക്ഷെ അതൊന്നും ഇവിടെ പബ്ലിക് ഡൊമൈനിൽ നമുക്ക് ഇടാൻ പറ്റില്ല. ഇടണം ശരിയല്ലേ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇദ്ദേഹം നിർബന്ധപൂർവം കൊണ്ടുപോയിട്ട് ഈ കേസ് എന്താ പറയുക ഡിലേ കളഞ്ഞു. കേസ് കൊടുത്തിട്ട് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് പിന്നെ അടുപ്പുള്ള അഡ്വക്കേറ്റ്സ്മാരുണ്ടായിരുന്നു. അവരൊക്കെ കൃത്യമായിട്ടാണ് കേസുകൾ കൈകാര്യം ചെയ്തത്. പക്ഷേ ഇത് കൊണ്ടേ കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം കേസ് ഫയൽ ചെയ്യപ്പെട്ടില്ല പൈസ കൊടുത്തിട്ട്. അപ്പോൾ ഇദ്ദേഹം ഇതിൽ പറയുന്നത് അത്ര സുതാര്യമല്ല. പിന്നെ കേസുകൾ ശാന്തിഗിരിയായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ശാന്തിഗിരി ആശ്രമം കേസുകൾ ഒരു കാര്യം കേസ് ഫയൽ ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് ഫയൽ ചെയ്യുമ്പോൾ അത് ജഡ്ജിമാരെ റിട്ടയർഡായ ജഡ്ജിമാരെ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അവരെ കൊടുത്തിട്ട് അവരുടെ ആ ചില കേസുകൾ ചില കള്ളക്കേസുകൾ കൊടുത്തിട്ട് അതിന് സ്റ്റേ മേടിക്കുന്ന ഒരു പരിപാടിനെ കുറിച്ച് ഒരിക്കൽ ഞാൻ 2016 സിദ്ധ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവിടുത്തെ ഇൻചാർജുള്ള വിജയകുമാർ സാർ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണും. കാരണം എന്ന് വെച്ചാൽ
ഈ റിട്ടയർഡായ ജഡ്ജ് ഇത് ശാന്തിഗിരി ആശ്രമത്തിലെ സിദ്ധ കോളേജിൽ അതിൽ ഡോക്ടർമാർ ഇത്ര MD-കളുടെ ഡോക്ടർമാർ വേണമെന്നുണ്ട്, ഒരു കണക്കുണ്ട്. ആ കണക്കിൽ കുറവ് ഡോക്ടർമാർ വരുമ്പോൾ അതിൻ്റെ എന്താ രജിസ്ട്രേഷൻ റദ്ദാവും. ആ റദ്ദാകാതിരിക്കാൻ വേണ്ടി ശാന്തിഗിരിക്ക് 5 ഡോക്ടേഴ്സും കൂടി വേണം. അപ്പോൾ അങ്ങനെയുള്ള അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ നല്ലൊരു ഏകദേശം ഐഡിയ തരികയും. അപ്പോൾ ആ ഡോക്ടർമാരെ മാറ്റാതിരിക്കാൻ വേണ്ടി ശാന്തിഗിരി തന്നെ ശാന്തിഗിരിക്കെതിരായി ഒരു കേസ് ഫയൽ ചെയ്യും, ഒരു കള്ളക്കേസ്. അദ്ദേഹം അതിൽ പരാമർശിക്കുന്നുണ്ട്. ആ കള്ളക്കേസ് അവർക്ക് അതിന് അനുകൂലമായിട്ട് സ്റ്റേ മേടിക്കുന്നത് തന്നെ എന്താണ് ചെയ്തത്, ആ ഒരു ജഡ്ജിയായ അദ്ദേഹം റിട്ടയർഡായ ജഡ്ജിയുടെ അവർ അഡ്വക്കേറ്റ് അവർ ഓർഡർ മേടിക്കുന്നതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു സത്യത്തിന് നിരക്കാത്ത പരിപാടിയാണ്, ഇല്ലേ? വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ, ആപ്തവാക്യമുള്ള പ്രസ്ഥാനത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് കൂടാതെ ഇവിടെ ലീഗൽ സെല്ല്, ശാന്തിഗിരി ലീഗൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ്, ലോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട്. അവിടെയും ഇതേപോലെ റിട്ടയർഡായ ആശ്രമവിശ്വാസികളായ ജഡ്ജിമാർ വരെയുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അവരെ വെച്ചിട്ടാണ് ഈ കള്ളക്കേസുകളൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഇദ്ദേഹം പറയുന്ന കള്ളക്കേസുകളൊക്കെ പലതും. അത് എൻ്റെ ജീവിതത്തിൽ എന്നെ ബന്ധിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പോക്സോ കേസ് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏത് കേസും, ശാന്തിഗിരിക്കെതിരായി കൊടുക്കുന്ന ഏത് കേസും അതീവ ശ്രദ്ധയോടെ വേണം പോകാനായിട്ട്. അല്ലാതെ ഈ ശശീകരൻ പറയുന്ന പോലെ ലാഘവബുദ്ധിയോടെ പോയാൽ തോൽവി തന്നെ നിശ്ചയം. എൻ്റെ കേസുകളൊക്കെ വിജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ശശീകരനൊക്കെ ഇത്രയും ധൈര്യമായിട്ട് പലയിടത്തും പോയി സംസാരിക്കാനുള്ള വെച്ചാൽ എൻ്റെ കയ്യിലിരുന്ന രേഖകൾ കൊടുത്തിട്ട് ആ രേഖയിൽ പ്രകാരം പോലീസ് ഹറാസ്മെൻറ്റിന് വിധി കിട്ടിയതുകൊണ്ടാണ് നമുക്ക് അനുകൂലമായിട്ട്. എന്നുവെച്ചാൽ വെറുതെ മെറിറ്റില്ലാത്ത കേസിൽ FIR ഇടാൻ പാടില്ല, ശക്തമായിട്ടും വ്യക്തമായിട്ടും ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ പോലീസിന്. അഥവാ കേസ് എടുത്താൽ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന രേഖകൾ കൊണ്ടാണ്, എന്നുവെച്ചാൽ ഞാൻ പലയിടത്തും സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾ കൊണ്ടാണ് അതിനെന്തിനും കേസ് ഫേസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഈ പറയുന്ന വ്യക്തികളുടെ അടുത്ത് ഒരു രേഖയില്ല. മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെതായ സൂക്ഷിപ്പ് ഞാൻ സൂക്ഷിക്കുക തന്നെ ചെയ്യും. അത് ഇനിയും സൂക്ഷിക്കും, എക്കാലത്തും സൂക്ഷിക്കും. അപ്പം അത് അദ്ദേഹത്തിന് ലാഘവബുദ്ധിയോടെ അദ്ദേഹം കൈകാര്യം ചെയ്യുമ്പോൾ പറയും പോലെ എനിക്ക് പറയാൻ പറ്റില്ല. എന്തിനേറെ പറയുന്നു, ഈ പറയുന്ന പത്മപ്രകാശ് സ്വാമി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിടിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പോലും പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുത്ത രേഖയില്ലേ, അല്ലാതെ അദ്ദേഹത്തിന് അനിയൻ കൊടുത്ത കേസ് വരെ പിൻവലിച്ച സാഹചര്യത്തിൽ നമ്മൾ കൊടുത്ത രേഖകൾ പ്രകാരമാണോ അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയത്. അതൊന്നും മനസ്സിലാക്കാതെ ഈ നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേട് കാണിക്കരുതെന്ന് എനിക്ക് ഈ അവസരം പറയാമോ ഇദ്ദേഹത്തിനോട്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകും. ശാന്തിഗിരി ആശ്രമത്തിലെ 2016 ആ വീഡിയോയിലേക്ക് നമുക്ക് വിജയകുമാർ സാർ സംസാരിക്കുന്ന വീഡിയോ കാണാം. പാലക്കാട് എന്ന് പറയുന്നത് ഇതുപോലെ കോളേജ്, ആശ്രമം, ഡിസ്ട്രിക്ട് ഓഫീസ്. ഇപ്പോൾ ഈ 4 കൊല്ലമായിട്ട് ഡിസ്ട്രിക്ട് ഓഫീസ് എന്ന് പറയുന്ന ഭാഷ. അതിന് മുമ്പില് കോളേജ്, ഏരിയ ഓഫീസ് എന്നൊരു ഓഫീസ്, ഹോസ്പിറ്റൽ, ആശ്രമം. അപ്പൊ നമ്മളെ ഹോസ്പിറ്റലും ആശ്രമം അല്ല കോളേജും ഒറ്റ കയ്യിൽ കൈകാര്യം നമുക്ക് ജെന്യൂനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആശ്രമം പിന്നെ സന്യാസിമാർക്ക് സിമ്പിളായിട്ട് കൊണ്ടുപോയിക്കോളും, എവിടെയുണ്ട്. ഏരിയ ഓഫീസ് നമുക്ക് കുറച്ച് സപ്പോർട്ട് കാണും. അങ്ങനെ അപ്പൊ എന്റെ ഏരിയ ഓഫീസിൽ കുറച്ച് കാലം പേരിനാണ് ഇടുന്നതല്ല, എവിടെ ഇട്ടാലും ഇരിക്കുന്ന ഒരേ സീറ്റാണ്. സീറ്റിന്റെ പേരാണ് മാറുന്നത്. ഇത് ഏരിയ ഓഫീസ് സീറ്റ്, ഇത് കോളേജ് സീറ്റ്, ഇത് ഹോസ്പിറ്റൽ സീറ്റ്, ഇത് AO സീറ്റ് എന്ന് പറയും. നമ്മൾ ഏത് സീറ്റായാലും നമ്മൾ അവിടെ ഇരുന്നിട്ട് കൃത്യമായിട്ട് സന്തോഷമായിരുന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ കിട്ടണ പണി പാർസൽ കിട്ടി, പിന്നെ അങ്ങോട്ട് വന്നു. അവിടെ ഒരു 3 പ്രാവശ്യം ഇവിടൊക്കെ മാറ്റി. അവിടെ 5 കൊല്ലം 2009 എനിക്കൊരു അല്ല ബോസ് സാറ് സാറിന് മറ്റേ പണിയായിട്ട് വന്നതല്ലേ? അത് എനിക്കറിയാം സാറിന് അതായത് ഒരു വടി കൊടുത്തൊക്കെ വിട്ടാണ് എറണാകുളത്ത് വിട്ട് സാറിനായിരുന്നു പണിയായിട്ട് വിട്ടത്. അല്ലാതെ മറ്റേ പുള്ളിക്കല്ലേ, മുരളീശ്വര സ്വാമിക്കല്ലേ കിട്ടിയത് എനിക്കാണ്. സാറിനാണ് നമ്പണം. ഒതുങ്ങി പണി കിട്ടുന്ന നന്നമ്പോ ഒതുങ്ങി അട്ടി കിട്ടിയതല്ല എനിക്ക്. അത് ഫസ്റ്റ് സാറിന്റെ മേലെ അലിഗേഷൻ, സ്റ്റാഫുകൾ എണ്ണം കൂടുതൽ എടുത്തു. ടീച്ചിങ് സ്റ്റാഫ് 30 പേര് വേണ്ട എടുത്ത് 55 പേരെ എടുത്തു. സത്യമാണ് 55 പേരെ എടുത്തു. ബട്ട് അതിലും അടുത്ത സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് അതിൽ 47 പേര് കിട്ടുന്നു.
വിട്ടുപോയാ പിന്നെ എടുത്തവർക്ക് PSC അഡ്മിഷൻ PSC പിന്നെ അത് അത് ഇതാവും. റിഫ്ലക്ട് ആവണ്ടേ? അതിവിടെ ആരും പറഞ്ഞില്ല. എടുത്തത് മാത്രം പറഞ്ഞു. എടുത്തത് മാത്രം പറഞ്ഞു. ശിശുപുരത്ത് വരെ അന്ന് മോഹൻ സാറാണ് ഫിനാൻസിൽ ഇരുന്നത്. അപ്പൊ മോഹൻ സാറെ വെച്ചിട്ട് എനിക്ക് ഒരു പാട് വന്നു. അന്ന് മോഹൻ സാറ് FA ഫിനാൻസ് അസിസ്റ്റന്റ് സാറ് സ്റ്റേറ്റ്. അപ്പോൾ സാറിന് വെച്ചിട്ട് എനിക്ക് ഒരു കാര്യം സാറ് വിളിച്ചുകൊണ്ട് വിജയനോട് നാളെ ഒരു എൻക്വയറി ഉണ്ട്. എന്താ അത് ഇവിടെ വരെ നേരിട്ടൊരു നമുക്ക് കാര്യം ഡിസ്കസ് ചെയ്യും. നല്ല സിമ്പിൾ മാറ്റർ. അപ്പോൾ ശരി വന്നിട്ട് നമ്മൾ രാത്രി ബസ് കയറി രാവിലെ ഇവിടെ വന്ന് കുളിച്ച് ശിശുപതി 9 മണിക്കൂർ കാണാനൊരു കയറി സംസ്കരിച്ചു. ഒന്നും പറയുന്നത് തന്നെ ഒന്നും പറയുന്നത് എല്ലാം കേട്ടോളൂ. അപ്പോൾ എനിക്ക് കൂടുതൽ പറയുന്ന ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ട് കേട്ടോളെന്ന് പറഞ്ഞു. ഞാൻ കേട്ടോളാം. നമസ്കരിച്ച് 11 മണിക്കാണ് OS സർവീസ് വെച്ചിട്ട് അന്ന് ജോലി അപ്പോൾ സാധാരണ 11 എന്ന് പറഞ്ഞാൽ നമ്മൾ 11:45 12 കൂടുന്നു. അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ ചായ കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും OS ഓഫീസിൽ നിന്ന് 10 വരണം. ഇപ്പോഴത്തെ OS ഓഫീസിൽ അവിടെ പോയി കുറച്ചും കൂടി റൂമ് വിലപ്പുണ്ടായി ഇരിക്കുമ്പോഴേക്കും 11 പേര് ജ്യോതി രൂപസ്വാമിയിൽ നിന്ന് തുടങ്ങി ജ്യോതി ഉദയപാൽ വരെ എല്ലാവരും എല്ലാവരും പരിചയമുണ്ട്. എല്ലാവരും 11 മണിക്ക് കൃത്യമായിട്ട് സ്വാമി വന്നു. സ്വാമി അന്ന് ജെയിംസ് സാറുണ്ടോ? ജെയിംസ് സാറ് ഉണ്ട്. ബട്ട് ഈ അവര് ഉച്ചയ്ക്ക് വരും. കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ജെയിംസ് സാറ് ഇപ്പൊ മറ്റേ നാരായണ പിള്ള സാറ് ഇവരൊക്കെ ഗോപാലകൃഷ്ണ സാറെല്ലാം ചേർന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കൊണ്ടു. അപ്പൊ അങ്ങനെ വന്നിട്ട് താങ്കൾ 55 പേര് എടുത്തു. തത്സമയം എനിക്കിതറിയില്ലല്ലോ ഇത് എന്തിനാണ് പഠിക്കാണെന്ന് അറിയില്ല. ഇതിന്റെ അങ്ങനെ എടുത്തതാണ്. എടുത്തു സത്യസന്ധമായ എടുത്ത സമയം പെട്ട് അതില് എന്ന് പറഞ്ഞാൽ പെട്ടതെന്നും പറയണ്ട. എടുത്തു അത് നമ്മൾ പറയാൻ പറ്റുന്നില്ല. എടുത്തു. അതിനുള്ള സ്വാമിയുടെ ഫോൺ അടിച്ചു. സ്വാമി ഫോൺ എടുത്തു. അപ്പോൾ നമ്മുടെ ഹൈക്കോടതി വക്കീല് സുകുമാർ സാർ, റിട്ടയർഡ് ജഡ്ജി സാറാണ് നമ്മുടെ വക്കീല്. അപ്പോൾ സാറിന്റെ ഫോൺ സാറെ പറയൂ സ്വാമി. അപ്പോൾ വിജയൻ വിജയൻ അപ്പോൾ സാറേ സ്വാമി സാറേ ഞാൻ വിജയനല്ല, ഇത് ഗുരുരത്ന സ്വാമിയാണ്. സ്വാമി തെറ്റിപ്പോയി. ഞാൻ വിജയനെ വിളിച്ച ശാന്തിഗിരിയിൽ നിന്ന് അടിച്ച സ്വാമിയുടെ നമ്പറായിപ്പോയി. വിജയനൊന്ന് അർജന്റായിട്ട് കിട്ടുന്നു. ഇപ്പോൾ ഹൈക്കോടതി കൂടി ഫസ്റ്റ് ഓർഡർ നമുക്കായി ഒരു സ്റ്റേ കിട്ടിയെന്ന് പറയണം. അതെന്തായിരുന്നു സാറേ? അല്ല, ഒരു 5 ടീച്ചേഴ്സിന് തികയില്ല എന്ന് പറഞ്ഞിട്ട് വിജയൻ ഒരു കാര്യം ചെയ്തിരുന്നു. അതിന് സ്റ്റേ കിട്ടി. 55 പേര് ഇവിടെ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ 5 പേരെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈക്കോടതിയിൽ നിൽക്കാൻ ആ ദിവസം പെറ്റീഷൻ നമ്മുടെ പെറ്റീഷനാണ്. ഗുരുകാരന് എന്റെ മേലെ ആ നിമിഷം 11 o'clock കോടതി കൊണ്ട് ഫസ്റ്റ് പെറ്റീഷൻ നമ്മുടെ ആയിരുന്നു. എടുത്തോണ്ട് ജഡ്ജി ഒരേ സെക്കൻഡിൽ ഓക്കെ സ്റ്റേ ഗ്രാൻഡ്. കാരണം ഇവര് ചാമ്പറിൽ കയറി ആദ്യം പറയും അഡ്ജസ്റ്റ്മെന്റ്. റിട്ടയർഡ് ജഡ്ജി ഇപ്പൊ ജഡ്ജി പഠിച്ചിട്ട് ലീഗലായിട്ട് പോസിബിൾ ആണെങ്കിൽ ഉടനെ ഗ്രാൻഡ് ഇടുന്നത്. കാരണം അങ്ങേരുടെ മേലെ ഒരു ബാറ്റർ മാത്രമല്ലേ വരില്ല. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇങ്ങനെ അവിടെ ഷോർട്ടേജ് 5 പേരെ പ്രൊമോഷൻ കൊടുത്തിട്ടില്ല, അവര് തടഞ്ഞു. ഇത് ഞാൻ ഉണ്ടാക്കിയ കേസ്, കള്ളക്കേസ്. ഭദ്ര സാറ്, രവീന്ദ്ര സാറ്, രാമചന്ദ്ര സാറ്, ജയശ്രീ മേഡം, പിന്നെ ഈ ശ്രദ്ധ മോഹൻ പറഞ്ഞിട്ട് മോഹൻ സാറിന്റെ ഭാര്യ ഇവിടെ ഇവർ 5 പേര് പ്രൊമോഷൻ കൊടുക്കില്ല എന്നിട്ട് അവർ ശാന്തിഗിരിക്കെതിരെ ഒരു കേസ് കൊടുത്തു. കൊടുപ്പിച്ച് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തു. കൊടുപ്പിച്ചപ്പോ അത് കേസ് പ്രൊമോഷൻ കൊടുക്കണവരെ ഇവരെ കേസ് കൺസിഡർ ചെയ്യുന്നവരെ ഇവരെ ടീച്ചറായിട്ട് അംഗീകരിക്കണം എന്ന് ഒരാളുണ്ട്. 5 ടീച്ചേഴ്സായി നമുക്ക് 5 പേര് ഷോർട്ടേജ് ആണ്. അത് ഈ 55 പേര് എടുത്തതില്ല, എല്ലാം പോയി. അന്നും ഫ്രഷ് ആയിട്ട് എടുത്ത ആൾക്കാരും വെച്ച് 25 പേര് തികയുള്ളൂ. 5 പേരില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അന്നത്തെ ദിവസം നമ്മുടെ വിജയും. അത് 3 ദിവസം എന്തോ സമയമുള്ളൂ. അതിനുള്ളിൽ 5 പേരായിടാം. അപ്പൊ ഞാൻ ഇവിടെ ഓടി വന്നിട്ട് അതിന് മുൻപ് ഒരാഴ്ച മുമ്പ് സമയം ഇങ്ങനെ ഒരു ഹൈക്കോടതി നമുക്കെതിരെ ഒരു കേസ് കൊടുത്താൽ ഈ 5 പേര് നിലനിർത്താൻ പറ്റും. ഇവർ ക്വാളിഫൈഡ് അല്ല. ഇവർ 5 പേരും സാറേ ഇവരെല്ലാവർക്കും MD ഇല്ല. രവീന്ദ്ര സാർക്ക് ആർക്കും MD ഇല്ല. MD ഇല്ല. ആർക്കും MD ഇല്ല. MD ഇല്ലാത്തവരെ പിരിച്ചുവിടണമെന്നാണ് ഒരു ഓർഡർ സെൻട്രൽ ഗവൺമെന്റ് ഇറക്കി. 89 ഇറക്കിയ ആർഡറാണ്. അതിന് അതിന് ഓർമ്മിപ്പിച്ചപ്പോൾ നമുക്ക് ഇവരെ പിരിച്ചുവിടാതിരിക്കാൻ ഒരു കാര്യം. ഇവരുടെ മേലെ കേസ് ഉണ്ടെങ്കിൽ പിരിച്ചുവിടാൻ പറ്റില്ലല്ലോ. സ്റ്റാറ്റസ് കോ കേസ് കൊണ്ടുപോയി.
അപ്പൊ സാധനം തന്നെ കേസ് അത് ഒപ്പം വന്നതിന് അതിന് 7 ദിവസം കൊണ്ട് ഞാൻ സാമിയുടെ ഓഫീസിലേക്ക് നമുക്കെതിരെ കേസ് ഇടുന്നത് ഞാൻ ഇവിടെ എന്നിട്ട് പറയാൻ പറ്റില്ല. ഞാൻ സാമിയുടെ അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ സാമിന്റെ എല്ലാം ക്ലിക്കായി സുമാൻ സാറ് വിളിച്ചോണ്ട് എല്ലാം ക്ലിക്കായി. ഇതിനു വേണ്ടി ഈ കക്ഷി നമ്മുടെ അനുവാദം വാങ്ങി ഇവിടെ നമുക്കെതിരെ വാങ്ങിയിരുന്നു. അപ്പൊ ഈ 55 പേരെ കയറ്റി പറഞ്ഞ പിന്നെ 5 പേരെ കൊണ്ട് കേസ് എടുപ്പിക്കണം. 55 പേര് എക്സസ് എന്ന് പറയുന്നത് അടുത്ത 5 പേര് ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പോയിട്ടായിരുന്നു. കാരണം അതിൽ ശാന്തിഗിരിക്കെതിരെ ശാന്തിഗിരി നമ്മൾ തന്നെ കൊടുത്ത കേസ്. കാരണം എഗൈൻ അഡ്വക്കേറ്റ് സുമാർ സാർ നമുക്ക് അപ്പിയർ ആകുന്നുണ്ട്, സാർക്ക് അപ്പിയർ ആകാൻ പറ്റില്ല, എതിരായിട്ടുള്ള കക്ഷിക്ക് അപ്പിയർ ആകുന്നുണ്ട്. അയാൾ കർണീസ് എന്തോ ഒരു പേരിലുള്ള ഒരു കർണീസ് ഒരു വക്കീലിന് മൂവാറ്റുപുഴയിൽ നിന്ന് പിടിച്ച് അയാളുടെ പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതി പ്രാക്ടീഷണർ നമ്മുടെ സുമാർ സാർ അത് എങ്ങനെ നമ്മൾ തന്നെ സാറായിട്ട് സാറായിട്ട് ഒരു നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് സാറിനെ വിളിച്ചപ്പോൾ സാർ എങ്ങനെ ഒരു വിഷയം അന്നപ്പോ വക്കാലത്ത് തരുന്നുണ്ട്, വക്കാലത്ത് കൊടുത്തു, പേപ്പർ തരുന്നുണ്ട്, പേപ്പർ കൊടുത്തു, എല്ലാം അങ്ങനെ 11:10 ആവുമ്പോ സ്വാമിക്ക് ഈ ഫോൺ വരലും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നടത്തുന്നേ. സാർ ഏതായാലും വിജയൻ എന്റെ മുമ്പിലുണ്ട്, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഓർഡർ കിട്ടിയിട്ട് സ്റ്റേ കിട്ടി. അതുകൊണ്ട് 5 പേര് ഒരു 5-6 മാസത്തിന് ടീച്ചറായിട്ട് നിലനിർത്താൻ പറ്റും. ഗവൺമെന്റിന് വേണമെങ്കിൽ പേപ്പർ വർക്ക് ചെയ്തു. നാളെ ഉച്ചയോട് ഞാൻ ഈ ഓർഡർ എടുക്കണം, ഡൽഹിയിൽ നാളെ മറ്റന്നാൾ കൊടുക്കണ്ട്, വേണ്ട എത്ര ചെയ്തു. എന്നിട്ട് സ്വാമിത്തൊന്ന് ഫോൺ കൊടുക്കും, ഞാൻ തെറ്റി വിളിച്ചു ഒരു പറയട്ടെ. സ്വാമി സാർ അത് മറ്റല്ല ഈ ഓർഡർ എപ്പോൾ സാറേ ഡൽഹിക്ക് എത്തുന്നത്? മറ്റന്നാൾ എത്തേണ്ടതാണ്. ശരി സാർ വെച്ചു. സ്വാമി അപ്പം തന്നെ അനൂപ് നമ്മുടെ അനൂപ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഡൽഹിക്ക് വിജയ വയസ്സ് അവിടെ ക്ലോസ് ആയി. അപ്പൊ ഈ 55 പേരുണ്ടെന്ന് ഇവിടെ പറഞ്ഞത് ആരാണ്? ഈ കേസ് കൊപ്പി അവർക്ക് എല്ലാവർക്കും പണി തന്ന നേരെ തിരിച്ചു കൊടുത്തല്ലോ. സാഹചര്യം അതേപോലെ വന്ന് പുള്ളി കേട്ടില്ല അദ്ദേഹം പറയുന്നത്. അത് എൻ്റെ ഒരു ബന്ധുവിന് സിദ്ധ കോളേജിൽ അഡ്മിഷന് വേണ്ടി പോയപ്പോൾ ആ ഡൊണേഷൻ ബാർഗെയിൻ ചെയ്യുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം വെച്ചാൽ 6 ലക്ഷം രൂപ വേണമെന്ന് ആദ്യം പറഞ്ഞ് അത് അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ അഡ്മിഷൻ സമയത്ത് എന്ന് പറഞ്ഞാൽ 8-10 ലക്ഷം രൂപ ചോദിച്ചു. പക്ഷേ 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനോടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൈസയുടെ കാര്യം പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ച വേളയിൽ അദ്ദേഹം പറഞ്ഞ ആ വിഷയമാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. അപ്പോൾ ശാന്തിഗിരിയായിട്ട് നമ്മളൊരു നിയമപരമായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയോടെ, കാരണം ചതി എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും. മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് കള്ളക്കേസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അതിൻ്റെ ശ്രദ്ധ എല്ലാ ഭാഗത്തും ഉണ്ടാവും. എന്നാൽ പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ വളരെ നാളത്തെ ഡോക്യുമെൻറ്റ്സ് വരെ സൂക്ഷിക്കുന്ന ഒരാളാണ്. തെളിവുകളും രേഖകളും കൃത്യമായിട്ട് സൂക്ഷിക്കും. കാരണം ഒരാൾ കള്ളത്തരം കാണിച്ചാൽ അതിന് എന്താ പറയുക, ഇപ്പം തന്നെ പറഞ്ഞിട്ടില്ലേ, പല കള്ളങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇവരോട് നമ്മൾ പറയുന്നത്, ഇപ്പം നോട്ടീസ് അയച്ച് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ ദിവസം നമ്മൾ വന്ന് ഹാജരായി രേഖകൾ സബ്മിറ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആരോപിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തെളിയിക്കും. അതിന് സാധൂകരിക്കുന്ന രേഖകൾ ഞാൻ കാണിക്കും. അപ്പോൾ അടുത്തതിലേക്ക് നോക്കും. അടുത്ത അദ്ദേഹം സംസാരിച്ചതിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ചെയ്തത് അതിനേക്കാൾ രസകരമായ മറ്റൊരു തട്ടിപ്പാണ്. സംഘടനയ്ക്കൊരു ഓഫീസ് വേണമെന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് എടുത്തു. ശരി, എല്ലാവരും പറയും ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് 1.5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. മാസം 15,000 രൂപ വാടക. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി. പക്ഷേ സംഘടനയുടെ പൊതു തീരുമാനമായതുകൊണ്ട് ഞാൻ എതിർത്ത് പറഞ്ഞില്ല. അവസാനം ആ ബിൽഡിംഗ് എടുത്തിട്ട് ആ ബിൽഡിംഗ് അദ്ദേഹത്തിന് സ്വകാര്യമായിട്ട് കട നടത്താനും അദ്ദേഹത്തിൻ്റെ ഗോഡൗണും ആക്കി അതങ്ങ് മാറ്റി. അപ്പോഴും വാടക സംഘടന കൊടുക്കണം. അപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം ആ വ്യക്തിക്ക് കിട്ടി സ്വകാര്യമായിട്ട്, അത് രഹസ്യമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കേസിന് ചോദിക്കുമ്പോഴൊക്കെ കേസ് അവധിക്ക് വെച്ചാലും 20,000-30,000 കൊടുക്കണം. ഞാൻ മറ്റ് കേസുകളൊക്കെ ഒരുപാട് നടത്തി, ഞാൻ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്, കേസ് നടത്തിയിട്ടുള്ള ഒരാളാണ്. ഒരു കേസ് മാറ്റി വയ്ക്കണമെങ്കിൽ പകരം ഒരു വക്കീലിന്, ജൂനിയർ വക്കീലിന് 100, 200 അല്ലെങ്കിൽ 500 രൂപ കൊടുത്താലും മാറ്റി വയ്ക്കുന്നതാണ്
കേസ് മാറ്റി വയ്ക്കുന്നത്. പക്ഷെ ആ സമയങ്ങളിലും നല്ല രീതിയിലുള്ള ഫണ്ട് സംഘടനയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നമ്മൾ വളരെ രഹസ്യമായിട്ട് കേസിൻ്റെ ഡീറ്റെയിൽ ഇപ്പം നെറ്റിൽ കിട്ടും, നിങ്ങൾക്കും കിട്ടും. ഞാൻ നടത്തുന്ന കേസ് ഏതെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേരും അടിച്ച് ഏത് കോടതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതി സൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ കിട്ടും. ഇത് പരിശോധിച്ചപ്പോഴേ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ ഡേറ്റും കേസ് നടന്ന ഡേറ്റും തമ്മിൽ പൊരുത്തമില്ല. കേസില്ലാത്ത ദിവസങ്ങളിലും സംഘടനയിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൻ്റെ വരുമാനം, കേസിൻ്റെ വരുമാനം, കേസിന് പോകാൻ ബസ്സിലും ട്രെയിനിലും പോകാൻ പറ്റില്ല, കാറിലേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞുള്ള വരുമാനം. അതുകൂടാതെ അദ്ദേഹം സ്വകാര്യമായി നടത്തുന്ന കടയ്ക്ക് മാസം സംഘടന 15,000 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നു. ഇത്രയും ആയപ്പോഴത്തേക്കാണ് നമ്മൾ അതുകൂടാതെ ഗുരുവാണി പാഴ്സലായിട്ട് അയച്ചു. ഒരു ഗുരുവാണിയുടെ വില 580 രൂപ. അതിന് പാഴ്സൽ ചാർജ് കൂടി 600-650 കണ്ട് മേടിക്കുമെന്ന് തോന്നുന്നു. ഈ 650 പാഴ്സൽ ചിലവ് ഇദ്ദേഹം കൊടുക്കും. ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് 200ഓളം ഗുരുവാണികൾ VPP ആയിട്ട് അയച്ചു കൊടുത്തതിൽ 99% അതിൻ്റെ പണം അയച്ചു. അദ്ദേഹം ഒരു ശീലമുണ്ടാക്കി വെച്ച് ഒപ്പിട്ട് ആ കാശ് ഇത്രയും അദ്ദേഹം വാങ്ങിച്ചു. ആ കാശ് ചിലവാക്കി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു റൗണ്ട് ചെയ്തൊരു കണക്ക് പറഞ്ഞ് ഇത്ര രൂപ കേസിനായെന്ന്. അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാര്യം ഗുരുവാണി എന്ന് പറയുന്നത് ഈ സംഘടനയിലെ സ്ത്രീകൾ ഉറക്കമൊഴിഞ്ഞിരുന്ന് ഗുരുവാണി ചൊവ്വേ കേട്ട് ഒന്നെഴുതി രണ്ടാമത് വീണ്ടും കേട്ട് ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് അങ്ങനെ പല പ്രാവശ്യം ബുദ്ധിമുട്ടി കറക്റ്റ് ചെയ്ത് എടുത്ത ഗുരുവാണിയാണ്. അതിൻ്റെ കാശും ഇദ്ദേഹം കൈകാര്യം ചെയ്ത സമയത്താണ് സംഘടന അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയതും അദ്ദേഹം സ്വയം സംഘടനയിൽ നിന്ന് ലെഫ്റ്റായി പോവുകയും ഇപ്പോൾ പറയുന്നു വേറെ സംഘടന തുടങ്ങിയെന്നും പറയുന്നുണ്ട്. ആ സംഘടനയുടെ കൂട്ടത്തിലാണ് കോഴിക്കോട്ടുള്ള എല്ലാവരും എന്ന് പറയുന്നില്ല, 1-2 പേരുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ കേട്ടില്ലേ അദ്ദേഹം ഒരുപാട് വരുമാനങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓഫീസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 2021 എടുത്താണ്. അത് ഈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ തന്നെ ഓഫീസിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫീസിൽ ഒരു സ്റ്റാഫിനെ പോലും വെക്കാതെ കൃത്യമായിട്ട് തുറക്കാതെ വന്നപ്പോൾ വർഷങ്ങളോളം 2023 മാർച്ചിലാണ് ഞാൻ ഈ പറയുന്ന ഷോപ്പ് തുടങ്ങുന്നത്. 2021 തൊട്ട് 2023 2 വർഷത്തെ കാലം ഈ ഓഫീസിൽ കൃത്യമായിട്ട് ആളിരിക്കാതെ ഇവിടെ വൃത്തിയാക്കാതെ കിടന്നപ്പോൾ ഇവിടെ ഒരു സൊസൈറ്റി വേണമെന്നും പറഞ്ഞ് ഒരു സൊസൈറ്റി എന്ന് വെച്ചാൽ ഈ ബിസിനസ് പരമായ അത് ആൻഡ്രൂ സാറിൻ്റെ ആശയമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ആ സൊസൈറ്റിയുടെ അണ്ടറിൽ ബിസിനസ് തുടങ്ങിയിട്ട് ആ ബിസിനസ് പ്രകാരം ഇവിടെ നടക്കുമ്പോൾ ആ സമയത്ത് സംഘടനയുടെ സംഘടന ഒരു ഓഫീസ് ഉണ്ടാവുള്ളൂ. സംഘടനയുടെ ആ സമയത്ത് മുതൽ പിന്നെ വാടക സംഘടനയിൽ നിന്ന് വാങ്ങിക്കില്ല. ആ ഒരു ധാരണ പുറത്താണ് ഈ ബിൽഡിംഗ് എടുക്കുന്നതും ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നതും. പിന്നീട് ആൻഡ്രൂ സാറ് മഹേഷ് അണ്ണൻ്റെ ഒരു എന്താ പറയുക വഴക്കിട്ട് മാറി നിൽക്കുന്നതും അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ആ പ്രോജക്റ്റോടെ നിലക്കുന്നതും അതിനുവേണ്ടി പിന്നീട് ശ്രമിക്കുന്നത് ഞാനും ജ്യോതി ഇതൊക്കെ അതിനുവേണ്ടി ഒത്തിരി പോയതാണ്, പലരും കണ്ടതാണ്. പക്ഷെ ആ പ്രോജക്റ്റ് നടന്നില്ല. ഒന്നും നടക്കാതെ വന്ന് ഒരു ഇതുകൊണ്ടാതെ വന്നപ്പോൾ മഹേഷ് അണ്ണൻ സാമ്പത്തിക ആരോപണങ്ങൾ ഞങ്ങളിൽ നേരെ ചുരുങ്ങി, എൻ്റെ രാജ്യത്തിൻ്റെ നേരെ. കാരണം ബിസിനസ്സും ഇല്ല വർക്കും ഇല്ല നടക്കുന്നവരെങ്ങനെ ജീവിക്കുന്നു, സാമ്പത്തികമായിട്ട് സംഘടനയുടെ പൈസ എടുത്തിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറിയായിട്ട് അവരോധിക്കപ്പെട്ട അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും തുടങ്ങും, ആ ഷോപ്പിൽ തുടങ്ങും. അപ്പോൾ അവിടെ വെറുതെ അടക്കിയില്ല, അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പരിപാടി തുടങ്ങും. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സിവിൽ ഡോക്ടർ വഴി സാധനം ഇറക്കിത്തരാം എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ വയനാട്ട് പോകും, നമുക്ക് അവിടെ നിന്ന് കരകൗശല വസ്തുക്കൾ കൊണ്ടുവന്ന് പിന്നെ ഗാന്ധിഗ്രാം പ്രോജക്റ്റ് നടത്താം എന്നും പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ വയനാട്ടിൽ പോയി. പക്ഷേ ഇവരൊക്കെ പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ അതിൽ പ്രകാശസ്വാമി പണം മുടക്കിയിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാമെന്ന്. പക്ഷേ എനിക്കെപ്പോഴേ മനസ്സിലായി അദ്ദേഹം പണം മുടക്കാനല്ല, അദ്ദേഹം വഴികൾ കാണിച്ചു തരും, അപ്പോൾ അത് രീതി ചെയ്തു എന്ന് പറഞ്ഞു. ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് ഈ ഓഫീസിൻ്റെ റണ്ണിങ്ങിന് വേണ്ടി ആണ് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി. കാരണം ആ സ്ഥാപനത്തിൻ്റെ പേരും പറഞ്ഞ് പിന്നെ എന്തും ഇവിടെ തുറക്കും, ഒരാളായി ഇവിടുത്തെ വൃത്തിയാക്കുന്ന കാര്യങ്ങളിലായി. അതിനു വേണ്ടിയാണ് ഈ ഷോപ്പ് കട നടത്താൻ വാങ്ങിയത് ഒന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ തുടങ്ങാമെന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും. അപ്പം ഞാൻ പിന്നെ മാർച്ച് 2020 മാർച്ച് തുടങ്ങിയെങ്കിലും ചെറിയ രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ
പിന്നീട് ഈ സംഘടനകളിലെ ഇവരടക്കം എല്ലാവരും പറഞ്ഞു ലോൺ എടുത്തിട്ട് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ PMEGP ലോൺ 10 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ പറയുന്ന ഷോപ്പ് തുടങ്ങിയത്. ഇതൊരിക്കലും സംഘടന എനിക്ക് വേണ്ടി തുടങ്ങിയൊരു ഷോപ്പല്ല. ഇവിടെ ഒരു ഓഫീസായിട്ട് നിലനിന്നിട്ട് ഈ ഓഫീസ് കെട്ടിടം നിലനിർത്താൻ വേണ്ടി ഒരു പരസ്പര സഹകരണം മാത്രമാണ് ഇവിടെ നടന്നത്. അതവിടെ നിൽക്കട്ടെ. അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് യൂട്യൂബിൻ്റെ വരുമാനം, കാറിൽ 3000 രൂപ കൊടുത്ത് കാറിൽ പോകുന്നു അഡ്വക്കറ്റിനെ കാണാൻ വേണ്ടി. ഈ 3000 രൂപ മുടക്കി പോയത് ഞാൻ മാത്രമല്ല, ഇദ്ദേഹം കൊണ്ട് മഹേഷ് ചേട്ടനുണ്ട്, അജിത്തിൻ്റെ കാറിലാണ് പോയത്. അപൂർവം സമയങ്ങളിൽ എൻ്റെ കാർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കള്ളങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഒരു എളുപ്പമില്ല. ഇദ്ദേഹത്തിനോട് എന്ത് പറയണമെന്ന് അറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കട നടത്തിയേക്കണവർക്ക്, എന്തെങ്കിലും ബിസിനസ് നടത്തിയേക്കണവർക്ക് അതിനെക്കുറിച്ച് അറിയാവൂ, അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, സുപ്രീം കോടതി വരെ കേസ് നടത്തി പരിചയമുള്ള ഒരാൾ ഈ പറയുന്ന ബയലോടെ കേസ് അദ്ദേഹം കൊണ്ട് കൊടുത്ത അഡ്വക്കറ്റിന്, അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ സഹോദരൻ മുഖാന്തരം കൊണ്ട് കൊടുത്ത ഒരു അഡ്വക്കറ്റിനെ വിളിച്ച് ആ ഒരു കോൾ റെക്കോർഡ് നിങ്ങൾ കേൾക്കണം. അദ്ദേഹം തന്നെയാണ് അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. ഈ ഗുരുമാർഗം സെൻട്രൽ കമ്മിറ്റി ആ ഗ്രൂപ്പിൽ അദ്ദേഹം ഷെയർ ചെയ്തതാണ്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വോയിസും അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡും അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ആ ഗ്രൂപ്പിൽ ഈ കോൾ റെക്കോർഡ് വന്നതിന് ശേഷം അന്നത്തെ ജനറൽ സെക്രട്ടറിയായ മഹേഷിൻ്റെ ഒരു കമൻറ്റുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കമൻറ്റാണ്. അത് ഞാൻ കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഞാനത് പറയാം. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഞാൻ പറയാം. സൈഡിൽ കാണുന്ന അതൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. ഹലോ ഹലോ. നമസ്കാരം സാർ. ഞാൻ എൻ്റെ പേര് ശശി ഉദയഭാനു എന്നാണ്. മറ്റേ ശാന്തിഗിരിക്കാരുടെ കൂടെ അന്ന് കേസിന് വന്ന ഒരു വെള്ളയിട്ട. മനസ്സിലായി. സാറേ, ആ കേസിന്റെ എന്തായി? ഒന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡോക്യുമെന്റ്സുമായിട്ട് വന്നു. അതുകൊണ്ട് അതുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തുറക്കുന്ന കോർട്ടിലുണ്ടാവും. ഞാൻ 25-ാം തീയതി എറണാകുളത്തുണ്ട്. 24 വരെ അവധിയാണ്. ഇതിപ്പോ അവര് സാറേ എന്നെ വിളിച്ചു, അവര് പറയുന്ന സാറിനെ വല്ലതും സ്വാധീനിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യുന്നോ, ഭീഷണിപ്പെടുത്തുന്നോ സാറിന് അങ്ങനെയൊക്കെയുള്ള. എനിക്കോ? അല്ല, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും. ഞാനല്ലെങ്കിൽ ആരെങ്കിലും വക്കീലെ കാണിച്ച് ചെയ്താൽ മതി. ആരെങ്കിലും കൊടുക്ക്. അങ്ങനെ എനിക്ക് അങ്ങനെയുള്ള ഒരു ഏർപ്പാട് എൻ്റെ അടുത്തില്ല. എനിക്ക് അങ്ങനെ ആരും അറിഞ്ഞുകൂടാ. അല്ല, നിങ്ങൾ അത് സംശയിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരരുതായിരുന്നു. അല്ല, ഇപ്പൊ താമസിച്ചപ്പോ അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല, സംശയിക്കില്ല. ഞാനെന്ന് ചോദിക്കട്ടെ, എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്? നിങ്ങൾ ഈ ആർഡറുകളെല്ലാം കിട്ടുന്നവരെ എവിടെ നിന്ന്? ഞാൻ ആ പിന്നെ ഇയാളുടെ പേരെന്താണ്? ചന്ദ്രബാബുവിന്റെ അടുത്ത് സംസാരിച്ചായിരുന്നല്ലോ. അതെ സാറേ, പറഞ്ഞെന്ന് വെച്ചാൽ ഇത്രയും ആയപ്പോ ഒരു സംശയം തോന്നിയത് പറഞ്ഞേ ഉള്ളൂ. ഈ നിങ്ങൾ സംശയത്തിന് എൻ്റെ അടുത്തല്ല പോകേണ്ടത്, അത് സൈക്കാട്രിസ്റ്റിലാണ് പോകേണ്ടത്. അല്ല, ഇത്രയും താമസിച്ചപ്പോ അവര് എന്നെ വിളിച്ച് അല്ല, ചോദിച്ചു. താമസിച്ചത് ഇനി അത് താമസിക്കും. കാരണം ഗവൺമെന്റിന് റിപ്പോർട്ട് കിട്ടേണ്ട കാര്യമാണ്. റോങ് പ്രൊവിഷനിലാണ് നിങ്ങൾ കൊടുത്തത്. അത് നമ്മൾ എഴുതി ശരിയാക്കി കൊടുത്താലല്ലേ കേസ് നിൽക്കും. വീഡിയോ കോൺഫറൻസേ ഉള്ളൂ, പഴയതുപോലെ അല്ല. ഞാനത് പറഞ്ഞായിരുന്നല്ലോ, അയാൾ വീട്ടിൽ വന്നിരുന്നല്ലോ. അപ്പൊ ഇനി എന്നത്തേക്ക് കൊടുക്കാന്നാ സാർ ഉദ്ദേശിക്കുന്നത്? എന്നായിരുന്നാലും ഈ മാസം ഉണ്ടായിരിക്കും. ഈ ആദ്യത്തിൽ തന്നെ എടുക്കും. ഇനിയിപ്പോ അതിനൊന്നും മാറ്റമില്ല. ഓണാവധി 10 ദിവസം ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവരെന്നെ ഈ കോള് കഴിഞ്ഞ ഉടനെ ആ അഡ്വക്കറ്റ് അദ്ദേഹം എന്നെ വിളിച്ചു. ചന്ദ്രബാബു ഒരു വിവരമില്ലാത്തവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെള്ളം ഉടുപ്പിട്ട് വന്നവനാണെന്നാണ് പറയുന്നത്. ചന്ദ്രബാബുവാണ് എനിക്ക് കേസ് തന്നിരിക്കുന്നത്. ഇനി ഇതേപോലത്തെ വിവരമില്ലാത്തവന്മാരെ കൊണ്ട് എന്നെ വിളിപ്പിക്കരുത്. അവനൊരു ബോധമില്ലാത്തവനാണ് എന്നും പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ പൂർണ്ണമായിട്ട് പറയുന്നില്ല. മനസ്സിലായില്ലേ? കാരണം അതിൻ്റെ റെക്കോർഡ്സും എൻ്റെ ഇരിപ്പുണ്ട്. ഇത് ഇദ്ദേഹം പുറത്തുവിട്ട പിന്നെ ഓഡിയോയാണ്. കാരണം അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അദ്ദേഹം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താണ്. അപ്പോൾ ഒരു അഡ്വക്കറ്റായിട്ട് സംസാരിക്കേണ്ട രീതി ഇങ്ങനെയാണ്. സുപ്രീം കോടതി വരെ പോയിട്ടുള്ളതാണ്. കേസിനെ കുറിച്ച് ഭയങ്കര വാചാലനായ അദ്ദേഹം പറഞ്ഞത് ഒരു അഡ്വക്കറ്റായിട്ട് സംസാരിച്ച സാമാന്യ ബോധമില്ലാത്തൊരു സംസാരമില്ല. കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടോ, ഭീഷണിയുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഒരു അഡ്വക്കറ്റായിട്ട് ചോദിക്കുന്നത്. അദ്ദേഹം കേസ് ഫയൽ ചെയ്യാൻ താമസിച്ചു. അത് സമാധാനം പറയേണ്ട ശശിയേട്ടനാണ്. അത്
സംസാരിക്കേണ്ട രീതി ഇതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ടാണ് ഈ പറയുന്ന ഒരു മൈക്ക് കിട്ടിയപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ ഇതൊക്കെ പുറത്തുവിടുന്ന വെച്ചാൽ എൻ്റെ ഒരു ഗതികേടാണ്, മനസ്സിലായില്ലേ? കാരണം ഇത്രയും കേസുകൾ ശാന്തികരമായിട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന എന്നെ സംശയത്തിൻ്റെ മുൻമുഴയിലാക്കുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണെന്ന് എല്ലാവരും ചിന്തിക്കണം, വേണ്ടേ? വ്യക്തിപരമായിട്ട് ശാന്തികരമായിട്ടുള്ള ഏത് കേസ് തോറ്റാലും എനിക്കൊന്നുമില്ല. കാരണം വെച്ചാൽ എന്താ പറയുക, എനിക്കൊന്നും ഇല്ലെന്നല്ല, എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലൊന്നും ബാധിക്കത്തില്ല. പക്ഷെ അത് ലക്ഷ്യത്തിലേക്കുള്ള കാര്യത്തിൽ അത് ബാധിക്കും. കാരണം ഗുരുവിൻ്റെ ഇച്ഛപ്രകാരം ആ ശാന്തിഗിരി പ്രസ്ഥാനം എന്ന് വരുമോ അതിന് കാലവിളംബരം ഉണ്ടാകും, കാലതാമസം ഉണ്ടാകും തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള ആൾക്കാർ കുഴികാല് വെട്ടി പരിപാടി കാണിച്ചു. അപ്പം ഞാനത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഗ്രൂപ്പിൽ അദ്ദേഹം ഇട്ട വോയിസിൻ്റെ സ്ക്രീൻ റെക്കോർഡും ഇതിൻ്റെ സൈഡിലുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് മഹേഷണ്ണൻ പറഞ്ഞ എന്താണെന്നറിയും? മഹേഷണ്ണൻ അന്നത്തെ ജനറൽ സെക്രട്ടറിയായ മഹേഷണ്ണൻ അതിന് ഇട്ട കമൻറ്റ്, ഈ ഓഡിയോ ഇട്ട കമൻറ്റ് എന്താണെന്നറിയും? ചിരിക്കണോ കരയണോ എന്നറിയില്ല. ഗുരുമാർഗം പ്രകാശയുടെ പ്രസിഡന്റായി ഇന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞ് വിളിക്കാനുള്ള ഒരു ബോധം പോലും ഇദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. നിശ്ചിതമായിട്ട് വിമർശിച്ചു മഹേഷ് ഈ കാര്യത്തിൽ. അപ്പം അങ്ങനെ ഞാനും വിമർശിച്ചു. അങ്ങനെയുള്ള വിമർശനങ്ങളാണ് പുള്ളിക്ക് എന്നോടുള്ള വിരോധങ്ങളായി പിന്നെ മാറി വൈരാഗ്യ ബുദ്ധിയായി ഇപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ വ്യക്തമായ രേഖകൾ എൻ്റെ കയ്യിലിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ ഇടാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിയമപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്കങ്ങനെ ഇട്ട് പക്ഷെ പറയാതിരിക്കാനും എനിക്ക് വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറയേണ്ടി വരുന്നത്. ഇതിൽ തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഗുരുവാണി അയച്ച കാര്യങ്ങൾ, ഗുരുവാണി പാർസൽ അയച്ചത്. ഗുരുവാണിയുടെ കണക്കെന്ന് പറഞ്ഞാൽ 200ഓളം ഗുരുവാണികൾ അയച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ 210 ഗുരുവാണികളാണ് പ്രിന്റ് ചെയ്ത് വന്നത്. ആ പ്രിന്റ് ചെയ്ത് വന്ന 210 ഗുരുവാണികളിൽ കൃത്യമായിട്ടുള്ള കണക്കെന്ന് പറഞ്ഞാൽ 37 ഗുരുവാണികൾ ഗുരുമാർഗം പ്രകാശയുടെ ട്രഷറായ അജിത് കുമാർ നേരിട്ടാണ് ഓരോരുത്തരും കൊടുത്ത് സംഘടന അക്കൗണ്ടിലോ പണം കിട്ടിയത്. എനിക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ 25 ഗുരുവാണികൾ ബീന ഡോക്ടർ ബീന എന്ന് പറയുന്ന ബീന ചേച്ചി വഴിയാണ് അത് പ്രസിഡന്റ് അടക്കം ഈ പറയുന്ന ശശിയുദേവാനം അടക്കമുള്ള ആൾക്കാർക്ക് നേരിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പണം നേരെ സംഘടന അക്കൗണ്ടിലാണ് വന്നു. ബാക്കി പോയിട്ട് ഉള്ള ഒരു കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കൊടുത്തത് 63 ഗുരുവാണികളാണ് ഞാൻ VPP വഴി അയച്ചത്. അതിൽ തന്നെ ഭൂരിഭാഗം ഗുരുവാണിയുടെയും പൈസ അക്കൗണ്ടിലാണ് വരുന്നത്. ഞാൻ അയച്ച VPP ആയിട്ട് അയച്ച പോസ്റ്റൽ ചാർജ് മാത്രമാണ് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് 85 ഗുരുവാണികൾ ബാലൻസ് ഉണ്ടായിരുന്നത് നേരെ ബീന ചേച്ചിയുടെ കയ്യിൽ ഇവിടെ നിന്ന് കൊടുത്തു വിടണമെന്ന് പറഞ്ഞ് പ്രസിഡന്റ് ശശിയുദേവാനോട് ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ വെച്ചാൽ ഈ ഓഫീസിൽ ഇരിക്കുന്ന ഇന്ന സാധനങ്ങൾ കൊടുത്തു വിടണം എന്ന് പറഞ്ഞ് അദ്ദേഹം ലെറ്റർ തന്നതിന് പ്രകാരം ഈ സൈഡിൽ കാണിക്കുക, ഇതിന്റെ ഡീറ്റെയിൽ മൊത്തം സൈഡിലുണ്ടാവും. അപ്പം ആദ്യം ഈ പറയുന്ന ഗുരുവാണി വിറ്റതിൻ്റെ അജിത്തിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അതായത് സെൻട്രൽ കമ്മിറ്റി ഗ്രൂപ്പിലിട്ട അജിത്തിന്റെ 37 ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേക്കുന്നത് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. ആ ഗ്രൂപ്പിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ആർക്കെങ്കിലും കൊടുത്തിരിക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാം. ഡേറ്റ് ബേസ് ആയിട്ട് കാണിക്കട്ടെ. 2024 ഫെബ്രുവരി 9-ാം തീയതിയാണ് അജിത്ത് 37 കണക്കിട്ടത്. 2024 13-ാം തീയതി ഫെബ്രുവരി 13-ാം തീയതിയാണ് ഞാൻ ഇതിൻ്റെ ഇത്രണ്ണം കൊടുത്തിട്ടുണ്ട്, ഇത്രണ്ണം അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള ഡീറ്റെയിൽ ഇടുന്നത്. അതിൽ ബാക്കി 85 എൻ്റെ കയ്യിലുണ്ടെന്ന് അതിൽ പറയുന്നുണ്ട്. ഈ 85 കന്യാകുമാരിയിലെ ആദിസങ്കല്പ ലേഖനത്തിന് വേണമെന്ന് പറഞ്ഞാണ് ശശിയേട്ടൻ അതിൻ്റെ അദ്ദേഹം കൊടുത്തുവിട്ട ബീനച്ചേച്ചിയുടെ അടുത്ത് കൊടുത്തുവിട്ട ലെറ്റർ വഴിയാണ്. അതിന് പ്രകാരം ബീനച്ചേച്ചി അതൊക്കെ സ്വീകരിച്ച് കൊണ്ടുപോയി അവിടെ കൊടുത്ത് അത് ഒപ്പിട്ട് സ്വീകരിച്ചതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് അയച്ചതെന്നാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പൊ ഗുരുവാണി അയച്ചതിൻ്റെ മൊത്തം ഞാൻ VPP അയച്ചതിൻ്റെ ഒരു കണക്ക് സ്റ്റേറ്റ്മെന്റ് അതിന്റെ കോപ്പി കൂടി ഇവിടെ ഞാൻ ഇടുകയാണ്. അത് ഗുരുമാർഗ പ്രകാശ സഭ പബ്ലിഷ് ചെയ്തതാണ് ആ ഇത്. അപ്പൊ എത്ര രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും ഞാൻ ഈ VPP ആയിട്ട് എത്ര അയച്ചിട്ടുണ്ടെന്നും എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും, ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഇതാണ് ഗുരുവാണി അയച്ചത്. അപ്പൊ ഗുരുവാണി അയച്ച പൈസ എന്ന് പറയുന്നത്
ഗുരുവാണി ഇവിടെ പ്രിന്റിന് കൊണ്ടുവച്ചിട്ട് അയക്കാൻ ആളില്ല, ആർക്കും വയ്യ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഈ അജിത് കുമാർ, ഗുരുമാർഗ പ്രകാശനയുടെ ട്രഷറർ, ഓരോ വൈകായിക പറഞ്ഞിട്ടും എനിക്ക് അയച്ചു തരും ഓരോരുത്തരുടെ അഡ്രസ്സ്. ആ അഡ്രസ്സ് പ്രകാരം ഞാൻ എല്ലാവർക്കും അയക്കും, എൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട്. അങ്ങനെ പൈസ കൊടുത്ത് അയക്കുന്ന സമയത്ത് തന്നെയാണ് മദ്യം കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് വരുന്നത്. അപ്പോൾ അഡ്വക്കേറ്റ് കൊടുത്ത പൈസ എൻ്റെ കയ്യിൽ നിന്നിട്ട് കൊടുത്തു. കാരണം ഇതിൻ്റെ ട്രഷറർ കൃത്യസമയത്ത് പൈസ തന്നില്ല ആ അഡ്വക്കേറ്റ് കൊടുക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ കയ്യിൽ നിന്നെടുത്ത് കൊടുത്തു. ആ കേസ് കൈകാര്യം ചെയ്തു. കേസ് ഞാനിവിടെ പറയുന്നില്ല, അത് പേഴ്സണലായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള കേസ്. അപ്പോൾ ആ കേസിൽ കൈകാര്യം ചെയ്തു. അപ്പോൾ ഗുരുവാണി അയച്ച പൈസയും കേസിന് മുടക്കിയ പൈസയും ഞാൻ വേറൊരു പൈസ എടുത്ത് ഒരു ക്യാഷിൽ നിന്ന് മറച്ചതാണ്, അല്ലെങ്കിൽ ഞാനത് കയ്യിൽ നിന്നെടുത്ത് കൊടുത്തതാണ്. ഈ പൈസ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് എനിക്ക് തരാതെ വന്നപ്പോഴാണ് ഈ ഗുരുവാണിയുടെ ക്യാഷ് നിർത്തിയിലേക്ക് ഞാൻ മാറ്റിയത്. കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമല്ലോ പൈസ. നമ്മളിപ്പോൾ കടം മേടിച്ച പൈസ 1 മാസം ആകുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ആ കാശ് കൃത്യസമയത്ത് അവരുടെ ട്രഷറുടെ അലംഭാവം മൂലം ഗുരുമാർഗ പ്രകാശയുടെ ട്രഷറർ കൈകാര്യം ചെയ്ത സാമ്പത്തിക ഇടപാടുകളൊക്കെ കൃത്യമല്ലാത്തത് കൊണ്ട് അത് കൈകാര്യം ചെയ്യേണ്ടി വന്നു. മനസ്സിലായി? എന്നിട്ട് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ഞാൻ അവിടെ ബോധിപ്പിക്കുകയും ചെയ്തു. പിന്നെ അത് കൂടാതെ സീല്, സംഘടനയുടെ സീല്, സർട്ടിഫിക്കറ്റ് മുതലാവുക എന്ന് പറഞ്ഞാൽ ഓഫീസിൽ എഴുതി വെച്ചത്. കാരണം അത് മറ്റൊന്നുമല്ല, ഇത് സൂക്ഷിച്ചിരുന്ന ശ്രീ അജിത് കുമാർ എന്ന് വെച്ചാൽ ഗുരുമാർഗ പ്രകാശയുടെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി എന്നറിയപ്പെടുന്ന അന്നത്തെ ട്രഷറർ, അദ്ദേഹം ഗുരുമാർഗ പ്രകാശയുടെ പാൻ കാർഡ് നഷ്ടപ്പെടുത്തി. ഞാനൊരു ആവശ്യത്തിന് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാകണം, കാണാനില്ല, ഞാൻ തിരക്കി നോക്കിയിട്ട് പറയാമെന്ന്. പിന്നെ ചെന്നപ്പോൾ പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോയി. അത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്താ പറയുക സെക്രട്ടറിൻ്റെ പുറകിലുള്ള ഒരു സ്ഥലത്ത് പോയിരുന്നിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ വൈഫാണ് അത് കൈകാര്യം ചെയ്യുന്നത്, വൈഫിനെ അറിയാൻ പാടില്ല, അവൾ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഓഫീസിൽ. അങ്ങനെയാണ് സംഘടനയുടെ യഥാർത്ഥ സർട്ടിഫിക്കറ്റും സീലും എല്ലാം സംഘടനയുടെ എൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു, ഓഫീസിൻ്റെ ചാർജുകൾ. അല്ലാതെ ഇത് വേജ സീലൊന്നും അല്ല. കൃത്യമായിട്ട് അങ്ങനെ വേജ സീൽ അടിച്ചാണെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് വേണ്ടി സ്വീകരിക്കാമല്ലോ, എനിക്കതിൽ കൃത്യമായിട്ട് സ്വീകരിക്കണ്ടേ. പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെ സീലെല്ലാം ഇവിടെ എൻ്റെ കസ്റ്റഡിയിൽ വന്നത്. ഒരു രേഖ പോലും കൃത്യമായിട്ട് സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ സഹായിക്കാനാണ് ആ കാര്യങ്ങൾ എൻ്റെ കസ്റ്റഡിയിൽ വെച്ചത്. അത് പ്രസിഡന്റ് ചോദിച്ചപ്പോൾ ഡോക്ടർ ബീന ചേച്ചിയുടെ കയ്യിൽ ഞാനത് കൊടുത്ത് വിടുകയും ചെയ്തു. സംഘടനയുടെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റും സീലും ഞാൻ കൊടുത്ത് വിടുകയും ചെയ്തു എൻ്റെ കയ്യിൽ. അതാണ് ഇന്ന് കയ്യിലിരിക്കുന്നത്. അപ്പം അതും കൂടി ഇവിടെ പരാമർശിക്കുന്നു. എന്ന് വെച്ചാൽ ഈ വേജ സീൽ എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ബുദ്ധിയിലായിട്ടാണെന്ന് പറയാൻ പറ്റില്ല, അതിബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ തന്ത്രവും അദ്ദേഹം പയറ്റുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ഓക്കെ. ഇനി ഇതിനകത്തൊരു സ്ത്രീ കൂടിയുണ്ട്. ഈ ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന് പറയുന്ന ഡ്രാമയ്ക്കകത്തൊരു വില്ലൻ കഥാപാത്രമുണ്ട്, ഇയാഗോയെക്കുറിച്ച് ഷേക്സ്പിയർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: മോട്ടീവ് ഹണ്ടിങ് മോട്ടീവ്ലെസ് മാഗ്നറ്റി എന്നാണ് പറയുന്നത്. ഒരാവശ്യവും ഇല്ലാതെ ഒരുത്തരെ ഉപദ്രവിക്കുവാൻ ചുമ്മാതെ കള്ളം ചെയ്തുകൊണ്ടിരിക്കുക. കാഷ്യോയ്ക്ക് വേണ്ടി ഡെസ്റ്റിമോണയെ തരവാക്കി കൊടുക്കുവാൻ ഇയാഗോയ്ക്ക് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. കാഷ്യോയുടെ അടുപ്പം വല്ലതും ഉണ്ടോ? ഇല്ല. ഇയാഗോയെ ഡെസ്റ്റിമോണയായിട്ട് വിരോധമുണ്ടോ? ഇല്ല. പിന്നെന്താണ്? ഒരു കാരണവുമില്ല. മോട്ടീവ് ഹണ്ടിങ് മോട്ടീവ്ലെസ് മാഗ്നറ്റി എന്ന് പറഞ്ഞതുപോലെ ഒരു കാരണവും ഒരു ആവശ്യവുമില്ലാതെയാണ് ആ സ്ത്രീ ഈ സംഘടനയെ തകർക്കുവാൻ ആദ്യത്തെ ശ്രമം നടത്തിയത്. ഇതൊക്കെ ഞാൻ ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത്. ഞാനും അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മഹേഷും ഒരുമിച്ച് ഈ സ്ത്രീയും ഭർത്താവും കൂടി പോയ കാറിനകത്ത് യാത്ര ചെയ്തു. സ്വാഭാവികമായിട്ടും സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ സംഘടനയുടെ ശരിയും തെറ്റും പോക്കും വരവും പ്രവർത്തിക്കുന്നവരുടെ പോരായ്മകളും ഒക്കെ വിമർശിക്കപ്പെടും. എൻ്റെ സഹപ്രവർത്തകരായിട്ടിരുന്ന അജിത്തിനെയും ചന്ദ്രബാബുവിനെയൊക്കെ അവരൊക്കെ ആക്റ്റീവായിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നതിനകത്ത് തെറ്റും ശരിയും ഉണ്ടാകും. ചില തെറ്റുകൾ എനിക്ക് ശരിയായിട്ട് തോന്നും, അത് സെക്രട്ടറിക്ക് ശരിയായിട്ട് തോന്നില്ല. സ്വാഭാവികമാണ്. ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ സ്വകാര്യമായി ചർച്ച ചെയ്തത് ആ സ്ത്രീ അത് അവരുടെ കാരണത്തിരുന്ന് മൊബൈൽ ഓൺ ചെയ്ത് റെക്കോർഡിംഗ് ഇട്ട് താത്തു വെച്ചു.
നമ്മളറിയുന്നില്ല. അത് ചതിയാണ്. അത് എങ്ങനത്തെ ചതിയാണെന്ന് പറഞ്ഞാൽ ഇയാഗോ ചെയ്തതിനേക്കാൾ ക്രൂരമായ ചതിയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവരുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഭയമാണ്. ഞാൻ ശ്രീ രാജേഷിനെ വിശ്വസിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം എൻ്റെ ഫോൺ ടാപ്പ് ചെയ്യുകയും ആ സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ചിലപ്പോൾ മണിയെ കുറ്റം പറയും. മണി ചെയ്തപ്പോൾ അതുകൂടി നോക്കി കണ്ടില്ല, ചെയ്തില്ല എന്ന് പറയും. നാളെ ഞങ്ങൾ തമ്മിൽ തെറ്റിക്കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വിവരം മണിക്ക് അയച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അത് ഫോൺ റെക്കോർഡ് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നെങ്കിൽ അതിനേക്കാൾ ക്രൂരമാണ് ഒരു സ്ത്രീ അവരുടെ കാലിൽ കയറി എന്നുള്ള ഒറ്റ കാരണത്താൽ അതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടി സംസാരിച്ച സ്വകാര്യ കാര്യങ്ങൾ ഞങ്ങളുടെ മറ്റ് 2 സഹപ്രവർത്തകർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളത്. സത്യം ഞാൻ അതൊന്നും അറിയുന്നില്ല. ഇപ്പോൾ വർഷം 3 എങ്ങാണ്ടായി. 1 മാസത്തിന് മുമ്പാണ് ഞാൻ ആ സ്ത്രീ ആ ചതി ചെയ്ത വിവരം അറിയുന്നത്. ആ സ്ത്രീയും ഇന്നൊരു വെള്ള കുപ്പായവും അണിഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഘടനയുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ കേരളം മൊത്തം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവരോടും പറയാനുള്ളത് ഇത്ര മാത്രം: ശക്തമായി പ്രാർത്ഥിക്കുക. സദ്വിഷണം ഇദ്ദേഹം ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എന്നുവെച്ചാൽ വേറൊരു കോൾ റെക്കോർഡിങ് കേട്ടിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്നത്, ഈ കാറിൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നത്. അത് 2022 ഗുരുമാർഗ പ്രകാശ സഭ ചന്ദ്രൻ വെച്ച് ജയന്തി ആഘോഷിച്ച് കഴിഞ്ഞ് മഹേഷ് അണ്ണൻ അത് കഴിഞ്ഞുള്ള ഒരു മീറ്റിംഗ് മുളന്തുരുത്തി വെച്ച് നടക്കുന്നതിന് മുമ്പ്, എന്നുവെച്ചാൽ ഇദ്ദേഹം പറയുന്ന കാറിൽ സഞ്ചരിച്ചെന്ന് പറയുന്ന ആ ദിവസത്തിന് മുമ്പ് ഇദ്ദേഹവും മഹേഷ് അണ്ണനും തമ്മിൽ സംസാരിച്ച കോൾ റെക്കോർഡിങ്. അത് ആദ്യം ഇദ്ദേഹം മഹേഷ് അണ്ണൻ്റെ കൂടെ നിന്ന് എന്താ പറയുക, അദ്ദേഹത്തോട് അടുത്ത് നിന്ന്, പക്ഷേ ഞങ്ങളെ പുറത്താക്കാനുള്ള, എന്നെ അയത്തിനെ പുറത്താക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവരൊന്നിച്ച് നിന്നത് ഗുരുമാർഗം പ്രകാശകൻ. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പെട്ടെന്ന് പ്ലേറ്റ് മറിച്ചിട്ട് ഞങ്ങളുടെ കൂടെ വന്നു, എന്നുവെച്ചാൽ മഹേഷ് അണ്ണനെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ആ വന്ന സമയത്ത് ഇദ്ദേഹം ആ മുളന്തുരുത്തിലെ മീറ്റിങ്ങിന് അതിൻ്റെ വീഡിയോ റെക്കോർഡിങ് വരെയുണ്ട്, ഇവരെടുക്കരുതെന്ന് പറഞ്ഞാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയാലും അതിന് എവിഡൻസ് ഉണ്ടാക്കി. അത് തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ നാളെ ഒരിക്കൽ മാറ്റി പറയുന്ന ആൾക്കാരും കൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ലേ ചതി എന്നുള്ളത്, ഇദ്ദേഹം പറഞ്ഞ ആ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണത്. ഇദ്ദേഹത്തെ കുറിച്ചാണ് ആ കഥാപാത്രം ഏറ്റവും കൂടുതൽ ഉപമിക്കാൻ പറ്റുന്നത് ഇദ്ദേഹമാണ്. അല്ലാതെ മീന ചേച്ചിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അവരിത് റെക്കോർഡ് ചെയ്യാൻ ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞാൽ അവരാർക്കും കൊടുത്തിട്ടുമില്ല. അത് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞു തരാം കാര്യങ്ങൾ. അവർ ഇദ്ദേഹത്തിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം അത് തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം 33 മിനിറ്റുള്ള ഒരു കോൾ റെക്കോർഡാണ് മഹേഷനുമായിട്ട് സംസാരിച്ചത്. ഈ പറയുന്ന ശശിയേട്ടൻ അദ്ദേഹത്തിന് കാലുവാരി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ടെലഗ്രാം വഴി ആ വോയിസ് പുറത്തുവിട്ടു, വ്യാപകമായിട്ട് പുറത്തുവിട്ടു. ഇദ്ദേഹത്തിന് ഇതിലൊരു ടെസ്റ്റ് ഇറക്കി, രാഷ്ട്രീയക്കാരൻ്റെ തന്നെ ബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞു ടെസ്റ്റ് ഇറക്കി ആ വോയിസും പുറത്തുവിട്ടു. ആ വോയിസ് എനിക്ക് കിട്ടിയപ്പോൾ, ആ ടെലഗ്രാം വഴി കിട്ടിയപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിലിടാം. ഇദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്ത ഡേറ്റും കാര്യങ്ങളുണ്ട് ആ വോയിസ്. പിന്നെ അതുകൂടാതെ അതിൻ്റെ ഒരു ക്ലിപ്സ്, കാരണം വെച്ചാൽ തുടക്കം. പക്ഷെ അത് ഞാനവിടെ ഒരു 10 മിനിറ്റ് 33 മിനിറ്റുള്ള ആ ഒരു ഓഡിയോ ഞാനത് 10 മിനിറ്റായിട്ട് അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. അത് തെറ്റിദ്ധരിച്ചിട്ടായിരിക്കാം ഇദ്ദേഹം പറയുന്നത് മീന ചേച്ചി അത് കാറിൽ റെക്കോർഡ് ചെയ്തു. അതിൻ്റെ തുടക്കം മുതലൊടുക്കം വരെ ഞാൻ ഈ പറയുന്ന ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അത് പിൻ ചെയ്യും. കാരണം മറ്റൊന്നുമല്ല, അത് തുടക്കം മുതൽ കേട്ടാൽ മനസ്സിലാവും അതൊരു കോൾ റെക്കോർഡാണ്. ഇദ്ദേഹം വിചാരിക്കുന്നത് ഓഡിയോ റെക്കോർഡ് ചെയ്തതാണ്. അത് ഇദ്ദേഹത്തിൻ്റെ മണ്ടത്തരവും തെറ്റിദ്ധാരണയാണ്, ബുദ്ധിയില്ലായ്മയാണ് ഇദ്ദേഹത്തിൻ്റെ. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ 3 വർഷം മുമ്പ് നടന്ന കാര്യം 1 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഈ 1 മാസം ഈ വീഡിയോ പുറത്തുവിടുന്ന, അല്ലെങ്കിൽ ആ ജയന്തി ദിവസത്തിന് 1 മാസം മുമ്പ് പുള്ളി അറിയുമെന്ന് പറഞ്ഞാൽ പുള്ളീനെ ആരോ കുതന്ത്രത്തിപ്പെടുത്തി അങ്ങനെ ബോധിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാൽ ഇദ്ദേഹം അജിത് കുമാർ എന്ന് പറയുന്ന ഇന്നത്തെ ഗുരുമാർഗ പ്രകാശയുടെ ജനറൽ സെക്രട്ടറിയുടെ ഒരു അടിമയുടെ പോലെ പ്രവർത്തിക്കുന്നത്. കാരണം അതിന് പ്രത്യേകപരമായ ചില കാര്യങ്ങളുണ്ട്, അത് ഞാനിവിടെ തുറന്ന് പറയുന്നില്ല. കാരണം വെച്ചാൽ പറഞ്ഞാൽ അത് വളരെ ദോഷം ചെയ്യും പല രീതിയിൽ. അതുകൊണ്ട് അദ്ദേഹം കാണിച്ച ഈ ബുദ്ധിയില്ലായ്മ ഞാൻ കാണിക്കത്തില്ല.
അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. അത് വെച്ച് ഇദ്ദേഹത്തിന് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇതൊക്കെ പറയിപ്പിക്കണമാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എൻ്റെ ഒരു തുടക്കം ഇവിടെ ഇടാം. ആ വീഡിയോയുടെ ഫുള്ള്, ഈ ഓഡിയോയുടെ ഫുള്ള് അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. ആ ലിങ്ക് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം. എന്തുണ്ട് വിശേഷം? ഇന്ന് പരിപാടിയെല്ലാം ഉണ്ട്? ഇന്നില്ല, ഇന്ന് അങ്ങക്ക് ഓഫ്. നാളെ രാവിലെ. പിന്നെ മറ്റേ ഈ ബോംബെ അശോകൻ ചേട്ടനെ കുറിച്ച് ശാന്തി മോഹന് മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞില്ലേ? അത് സത്യമല്ല കേട്ടോ. അല്ലേ? അല്ല, ഞാൻ ശാന്തി മോഹന്റെ അടുത്ത് വിളിച്ചു പോയി. ആണോ? ശാന്തി മോഹൻ ചന്ദ്രബാബുവിനെ കുറിച്ച് വളരെ നിശിതമായി വിമർശിച്ച് സംസാരിച്ചിരുന്നു. ചന്ദ്രബാബു ഈ സംഘടനയെ തകർക്കും എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ചന്ദ്രബാബുവിന്റെ പോക്ക് ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പുള്ളി ഗുരുജയന്തിക്ക് വരുന്ന കാര്യത്തിലും അലംഭാവം കാണിച്ചു എന്നുള്ളത് സത്യമാണ്. അത് പുള്ളിക്ക് ശാന്തിമോഹൻ പറയുന്നത് പുള്ളി അവിടെ എന്തെങ്കിലും സംഭവം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്ന് പേടിച്ചാണ് പുള്ളി വരാതിരുന്നത്. അത് സത്യം. അതെനിക്ക് പുള്ളി അതുകൊണ്ടാണ് വരാത്തത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒളിച്ചു കളിക്കുന്ന ആളുടെ നമുക്കും ആവശ്യമില്ല. അത് വേറൊരു കാര്യം. പിന്നെ ശാന്തിമോഹൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ഈ കാണുന്ന കാര്യങ്ങൾ എല്ലാവരുടെ വിളിച്ചു പറയുന്ന ഒരു പാർട്ടിയാണ്. അത് പുള്ളിക്ക് ഇപ്പൊ നമ്മൾ രഹസ്യം സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതിനകത്ത് എനിക്കൊരു അഭിപ്രായമുള്ള എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഹരിയന്റെ അതേ എതിർത്ത് വരുന്നവരെല്ലാരും 916 അല്ല, കാറ്റഗറി തിരിച്ച് താഴെ വരെ പോകാം, ആരെയും കളയണ്ട. പക്ഷെ ഏറ്റവും ക്രീമി ആയിട്ട് മേളി വരുന്നവര് ക്ലിയർ ആയിരിക്കുക, അതിന്റെ താഴെയും ക്ലിയർ ആയിരിക്കണം. അതിന് താഴോട്ട് നമ്മള് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങ് പോകാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് മതി. അല്ലാതെ അല്ല, നമുക്കിപ്പോ നമ്മളിപ്പോ എടുത്ത സ്റ്റെപ്പൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം വരാതിരുന്ന നമ്മൾ ഒഴിവാക്കി നിർത്തി. ഇന്നലെ അല്ല, അത് വേറെ കാര്യമുണ്ട്. അത് വേറെ ഉണ്ട്. രണ്ടിടത്തും തിരിച്ചും മറിച്ചും പറയാം. മണികണ്ഠനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു അടവെടുത്തത്. അത് പറയാം, ഇയാളെ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ഒരു അടവെടുത്തതാണ്. പ്രസിഡന്റ് ചെയ്തൊരു അടവാണ്. കാര്യം ചോദിച്ചപ്പോ ഇതാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതെ. അതിലെ ഇന്നലെ സാത്വിക ജന്നി രാജേന്ദ്രപ്രസാദ് സാറിനെ വിളിച്ചിരുന്നു പറഞ്ഞു. അപ്പൊ മണികണ്ഠനെ ഒഴിവാക്കുന്നു എന്നുള്ള ഒരു സൂചന കിട്ടിയതിന്റെ പേരിലായിരിക്കണം. അപ്പൊ സാറ് പറഞ്ഞ എനിക്ക് സംസാരിക്കാനുള്ള ആരോഗ്യസ്ഥിതി പോരാ, ഇയർഫോണൊക്കെ വെച്ചാണ് സംസാരിക്കുന്നത്. അത് ടീച്ചറിനെ ഞാൻ പലതവണ വിളിച്ചിട്ടും ടീച്ചർ എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ടീച്ചർ സുഖമില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ടാണ് എടുക്കാത്തത്, വേറെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അധികം സംസാരിച്ചില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അത് പിന്നെ പറയാന്ന് പറഞ്ഞ് വെച്ചു വന്നു. അപ്പൊ സാറ് പറയുന്നത് അത് മിക്കവാറും ഈ മണികണ്ഠനെ നമ്മൾ ഒഴിവാക്കുന്നുവെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും എന്നാണ് സാറ് പറയുന്നത്. മണികണ്ഠനെ ഒഴിവാക്കണ്ട, ഏറ്റവും താഴത്തെ കാറ്റഗറി കിടക്കട്ടെ. അല്ല, സാറിനും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് മണികണ്ഠനെ കുറിച്ച്. എനിക്കും ഉണ്ട്. അല്ല, സാറ് മണികണ്ഠനെ അടുപ്പിക്കരുതെന്ന് തന്നെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. സാർ ഇപ്പോഴും ആണ്. ഇതിനകത്ത് സാധ്യജന്യൊക്കെ ഒരു ബെൽറ്റ് കിടക്കുന്നുണ്ട്. ശത്രുപക്ഷത്തോട്ട് നമ്മൾ തള്ളി അടുപ്പിക്കണ്ട എന്ന് വിചാരിച്ചാൽ അടുപ്പിക്കണമെന്നുള്ളതും അല്ല, ശത്രുപക്ഷത്തോട്ട് തള്ളി വിടണ്ട. അതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വക്കം സുരേഷുമായിട്ട് അവന് ലിങ്കുണ്ട്. അതാണ് സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മാനസികമായിട്ട്. അപ്പൊ പക്ഷെ അത് സത്യമാണ്, അത് സത്യമാണ്. ഇപ്പൊ കേട്ടില്ലേ? ഈ വീഡിയോ 33 മിനിറ്റ് ഉണ്ട് ഇവർ തമ്മിലുള്ള കോൾ സംഭാഷണം. ഇത് മഹേഷ് അണ്ണൻ തന്നെയാണ് ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ടത്. അതിൻ്റെ ഒരു മധ്യഭാഗത്ത് ഇത് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വാട്സാപ്പിൽ റെക്കോർഡ് ചെയ്തു. എൻ്റെ ഒരു പ്രത്യേക പോർഷൻ. കാരണം അന്നത്തെ സാഹചര്യത്തിൽ അത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിലിട്ടു. എന്നിട്ട് അതിൻ്റെ വിഷയവും ഞാൻ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിനെ ഇപ്പോൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് പൊട്ടം കളിപ്പിക്കുകയും ചെയ്തു. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇതിൻ്റെ ഫുൾ വീഡിയോ അല്ല, ഫുൾ ഓഡിയോ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൂടി പിൻ ചെയ്യാമെന്നാണ്. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ചില ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചില സംഭാഷണങ്ങൾ രഹസ്യമായി ടേപ്പ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ട്
അതിൻ്റെ ഏറ്റവും ക്രൂരവും നിന്ദ്യമായ ഭാഗം എടുത്ത് അത് ആരെയാണോ കൂടുതൽ ഹാർഡായിട്ട് വേദനിപ്പിക്കുന്നത് അവരിൽ എത്തിച്ചുകൊണ്ട് ഇവരെ വേദനിപ്പിക്കുന്ന ഈ ഹീനമായ നടപടികളിൽ നിന്നും മാറി സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞാൻ അവരോട് ഈ സമയം അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ അത് എനിക്കുണ്ടായ അനുഭവമാണ്. അത് ആര് തർക്കിച്ചാലും എൻ്റെ തെളിവ് കൊടുക്കാനും തയ്യാറാണ്. ഈ പറഞ്ഞത് ഇത്രയും ഈ സംഘടനയ്ക്കകത്ത് നടന്ന കാര്യമാണ്. ഇതെന്താണെന്ന് തർക്കിച്ചാൽ തെളിവ് കൊടുക്കുവാനും തയ്യാറാണ്. അപ്പോൾ നിങ്ങളിത് കേട്ടല്ലോ, തെളിവ് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാണ്, റെക്കോർഡ് ചെയ്തതിനും കാര്യങ്ങൾക്കും. അപ്പോൾ ഇതും പ്രകാരം ബീന ചേച്ചിനെ കുറിച്ച് പരാമർശിച്ചിരുന്ന കാര്യമുണ്ട്. അപ്പോൾ ഇതിന് പ്രകാരം ഡോക്ടർ ബീന എന്ന് പറയുന്ന ബീന ചേച്ചി ഇദ്ദേഹത്തിന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. ടെക്സ്റ്റ് മെസ്സേജ് എന്ന് വെച്ചാൽ ഒരു നോട്ടീസ്. ഞാനത് വായിക്കുകയുള്ളൂ, സൈഡിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കുകയും ചെയ്യും. സദ്ഗുരുവേ ശരണം. ശശി ഉദയഭാനു, താങ്കൾ ഗുരുജയന്തി ദിവസം സ്റ്റേജിൽ സംസാരിച്ചത് ഞാൻ ഇന്നാണ് കേട്ടത്. കുറച്ച് ദിവസം മുമ്പ് തന്നെ പലരും എനിക്ക് അയച്ചു തന്നിട്ട് കേൾക്കാൻ പറഞ്ഞു. കേൾക്കുന്നില്ല എന്നാണ് ഞാൻ ഇന്ന് വരെ തീരുമാനിച്ചിരുന്നത്. ഇന്ന് കേൾക്കാൻ തീരുമാനിച്ചു, കേട്ടു. 2 വർഷത്തോളം കാലം താങ്കൾ ഒരു ഗുരുവിശ്വാസിയാണെന്നും തികഞ്ഞ ഭക്തനാണെന്നും വിശ്വസിച്ചു പോയതിൽ ഖേദിക്കുന്നു. താങ്കൾക്ക് 100% അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് ഗുരുവിൻ്റെ ഫോട്ടോക്ക് മുൻപിൽ നിന്ന് ഒരു മടിയുമില്ലാതെ പച്ചക്കള്ളം പറയുന്നത് കണ്ടപ്പോൾ ഇതൊക്കെയാണല്ലോ ഗുരുവിൻ്റെ ശിഷ്യർ എന്ന് അവകാശപ്പെടുന്നവർ എന്നോർത്താണ്, ഇതിനെയെല്ലാം സഹിക്കുന്ന ഗുരുവിനെ ഓർത്താണ് ഞാൻ വിഷമിച്ചത്. താങ്കളുടെ പ്രവൃത്തിയുടെ ഫലം എല്ലാ ആരാധന സമയത്തും അലാറം വെച്ച് പ്രാർത്ഥിക്കുന്ന സാത്വികയായ ഭാര്യയും മക്കളും കൂടിയാണല്ലോ താങ്കൾ ഷെയർ ചെയ്യുന്നത് എന്നതും എന്നെ വിഷമിപ്പിച്ചു. സ്റ്റേജിൽ സംസാരിക്കുന്നത് കാറിൽ വെച്ച് മഹേഷനിൽ സംസാരിച്ച കാര്യങ്ങൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് പ്രിയംവദ ടീച്ചറോട് പറയിപ്പിച്ച ആൾ. ഡോക്ടർ പ്രിയംവദ ടീച്ചറോട് വിവരം പറഞ്ഞാലേ എനിക്കതിൻ്റെ അടിസ്ഥാനത്തിൽ രാജേന്ദ്ര പ്രസാദ് സാറിനോട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ടീച്ചറിനോട് പറയിപ്പിക്കാൻ താങ്കൾ എത്ര പ്രാവശ്യം എന്നെ ഫോൺ വിളിച്ച് നിർബന്ധിച്ചു? ക്വസ്റ്റ്യൻമാർക്കാണ്. താങ്കൾക്ക് അൾഷിമേഴ്സ് ഒന്നും ബാധിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ താങ്കൾ പറഞ്ഞ 2 അഭിപ്രായങ്ങൾക്ക് എതിരെ അഭിപ്രായം പറഞ്ഞതിനാണോ താങ്കൾക്ക് എന്നോട് ഈ പക? അപ്പോൾ 2ൽ കൂടുതൽ എതിരെ അഭിപ്രായം പറയുന്നവരെ കത്തിയെടുത്ത് കുത്താനും താങ്കൾ മടിക്കില്ലല്ലോ. ഞാൻ ഇലക്ഷനിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തത് കൊണ്ട് താങ്കൾ ഇതിനേക്കാൾ വലിയ ആരോപണം ഉന്നയിച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. താങ്കളുടെ വാക്കുകൾ വിശ്വസിക്കാൻ യോഗ്യതയുള്ളവർ അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ. താങ്കളുടെ തനിനിറം ഇപ്പോഴെങ്കിലും ഗുരു മനസ്സിലാക്കി തന്നതിൽ സന്തോഷം. താങ്കളുടെ കയ്യിൽ തെളിവുണ്ടെന്നാണല്ലോ പറഞ്ഞത്. എനിക്ക് തെളിവ് കാണണം. പ്ലീസ് സെൻഡ് മീ ദ പ്രൂഫ്. പ്ലീസ് സെൻഡ് മീ ദ പ്രൂഫ്. പ്ലീസ് സെൻഡ് മീ ദ പ്രൂഫ്. ഇനി ഞാൻ ഇപ്പോൾ കേരളം മൊത്തം ഉള്ളവരെ വിളിച്ച് GPS-ന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ ഒരാളിൻ്റെ പേര് തെളിവ് സഹിതം താങ്കൾ പറഞ്ഞാൽ ഞാനൊരു സ്വർണ്ണ കിരീടം ഉണ്ടാക്കി താങ്കളുടെ തലയിൽ അണിയിക്കും. 4-5 പേരുടെ പേരൊന്നും പറയണ്ട, ഒറ്റ ആളിൻ്റെ പേര് പറഞ്ഞാൽ മതി. മഹേഷ് അണ്ണൻ ഇതേപോലെ കുറേ ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ പ്രതികരിക്കാതിരുന്നപ്പോൾ ആർക്കും എന്തും പറയാവുന്ന ചെണ്ടയാണെന്ന് ഞാനെന്ന് താങ്കൾ വിചാരിച്ചു. താങ്കൾ സ്വർണ്ണക്കിരീടം വേണ്ടെന്ന് വെച്ചാലും സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പൊടിയും തട്ടി പോകാമെന്ന് താങ്കൾ വിചാരിക്കണം. എനിക്ക് തെളിവ് വേണം. ഞാൻ ഒരാളെങ്കിലും വിളിക്കുകയോ വാട്സപ്പ് വഴിയോ മറ്റു ഏതെങ്കിലും മീഡിയ വഴിയോ മെസ്സേജ് അയക്കുകയോ ചെയ്തതിൻ്റെ തെളിവ് എനിക്ക് തരാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. ഐ വാണ്ട് ദ പ്രൂഫ്, ഐ വാണ്ട് ദ പ്രൂഫ്, ഐ വാണ്ട് ദ പ്രൂഫ്. ചില ബീന ചേച്ചി ശക്തമായിട്ട് അദ്ദേഹത്തിനോട് തെളിവ് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ചേക്കുന്ന ടെക്സ്റ്റ് മെസ്സേജാണ്. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ഈ തെളിവ് കൊടുക്കണമായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് തെളിവ് കൊടുക്കാതെ വന്നപ്പോൾ അടുത്ത ഒരു മെസ്സേജ് ശശി ഉദയഭാനുവിൻ്റെ ഭാര്യക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും അയച്ചു. അപ്പോൾ അത് ഞാനൊന്ന് വായിക്കും, സൈഡ് സ്ക്രോൾ ചെയ്ത് കാണുകയും ചെയ്യുന്നു. സദ്ഗുരുശരണം. ശശി ഉദയഭാനുവിൻ്റെ ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ എന്നിവർ അറിയുന്നതിന്
ശശി ഉദയഭാനു ഗുരു ജയന്തി ദിവസം കോഴിക്കോട് സ്റ്റേജിൽ വെച്ച് നിന്നുകൊണ്ട് എന്നെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ തെളിവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ 16/10/2024 ടിയാൻ ഒരു കത്തയച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടും ടിയാൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന തെളിവ് എനിക്ക് നൽകിയിട്ടില്ല. അടുത്ത നടപടിയിലേക്ക് കടക്കും മുമ്പ് വീട്ടുകാരെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് അയക്കുന്നത്. മുളന്തുരുത്തി മീറ്റിംഗ് കഴിഞ്ഞ് കാറിൽ വരുമ്പോൾ മഹേഷ് അണ്ണൻ മുളന്തുരുത്തിയിൽ വെച്ച് നടത്തിയ ഒത്തുതീർപ്പിനെ വകക്കാതെ സംസാരിച്ചു എന്ന് പ്രിയംവദ ടീച്ചറോട് പറയാൻ എന്നെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ടീച്ചറോട് പറയിപ്പിച്ച വ്യക്തിയാണ് ശശി ഉദയഭാനു. ഞാൻ ഈ വിവരം ആദ്യമായി ആരോടെങ്കിലും പറയുന്നത് പ്രിയംവദ ടീച്ചറിനാണെന്ന് 100% ഉറപ്പായും അറിയാവുന്ന ആളാണ് ശശി ഉദയഭാനു. ടിയാനെ അൾഷിമേഴ്സ് ബാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും അതെല്ലാം ഓർമ്മ ഉണ്ടായിരിക്കും. എന്നിട്ടാണ് ഗുരുജയന്തി ദിവസം ഗുരുവിൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത്. വീട്ടുകാർ ഇത് അറിഞ്ഞിരിക്കണം. ടിയാൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നിങ്ങൾക്കാണല്ലോ ഷെയർ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് എനിക്ക് തെളിവ് തരാൻ ടിയാനോട് പറയണം. മാത്രമല്ല, എൻ്റെ കത്തിൽ ഞാൻ ടിയാനൊരു സ്വർണ്ണ കിരീടം ഓഫർ ചെയ്തിട്ടുണ്ട്. അത് കിട്ടാൻ വല്ല വകുപ്പും ഉണ്ടോ എന്ന് നിങ്ങളും കൂടി അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. ഇതാണ് ഈ പറയുന്ന ശശി ഉദയഭാനുവിന് മീന ചേച്ചി അയച്ചു കൊടുത്ത ആ ഒരു ശശി ഉദയവൻ അയച്ചു കൊടുത്തതും ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തതും ആയ ടെക്സ്റ്റ് മെസ്സേജ് സൈഡിൽ കാണിക്കുന്നത്. ഇതിന് പ്രകാരം എന്ന് വെച്ചാൽ ശശി ഉദയഭാനുവിൻ്റെ ഭാര്യയും മക്കളും ഇതുവരെ പ്രതികരിച്ചില്ല. കാരണം അവർക്ക് പ്രതികരിക്കാനൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായ ശ്രീ ഷാജി ഉദയഭാനു, ശ്രീമതി അംബിക വിശ്വനാഥ്, ശ്രീമതി രാധിക ബൽരാജ്, ഇത്രയും ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ മീനച്ചിച്ചിനെ വിളിച്ചിട്ട് കൃത്യമായിട്ട് ഗുരുനാമത്തിൽ ക്ഷമ ചോദിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിച്ചില്ല. മനസ്സിലായി? ശശിയുടെ തെളിവുണ്ടെങ്കിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അത് എന്തുകൊണ്ട് കൊടുത്തില്ല? കൊടുക്കേണ്ടതല്ലേ? ഇതേപോലെ ഒരു വേദി കെട്ടിക്കഴിയുമ്പോൾ മൈക്കിലൂടെ പച്ചക്കള്ളങ്ങൾ തോന്നുന്ന പോലെ എന്നുവെച്ചാൽ കാണുന്നവരോട് അപ്പം കാണുന്ന രീതിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് നല്ല സ്വഭാവമല്ല. അപ്പം ശശിയോട് കൃത്യമായിട്ട് പറയുന്നത് വെച്ചാൽ അടിസ്ഥാനരഹിതമായിട്ട് തെളിവുകളില്ലാത്ത രേഖകളില്ലാത്ത കള്ളങ്ങളായ കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ച് വേണം പറയാനായിട്ട്. അപ്പം ഇത്രയുമാണ് ശശിയോട് പറയാനുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഗുരുവന്ദനം പ്രാർത്ഥനാ ഗ്രൂപ്പിലെ മഹേഷനോടാണ്. മഹേഷിൻ്റെ ഒരു ഓഡിയോ ഞാനിപ്പോൾ കേൾപ്പിക്കാം. സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് കേൾക്കുമോ? സദ്ഗുരുവേ ശരണം. ഈ ചന്ദ്രബാബു ഇന്നലെ ഇട്ട വീഡിയോയുടെ ഒരു കാര്യം പറയാനായിട്ടാണ്. ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾക്ക് കത്തയക്കാതിരിക്കുന്നതായിരിക്കും ഉചിതമായ അതിൽ പറയുന്ന രീതിയിൽ. സതികുമാറിൻ്റെ രജിസ്റ്റേർഡ് കത്ത് വരും, അത് സ്വീകരിച്ചെല്ലാവരും വരണമെന്നാണ് പറയുന്നത്. ഞങ്ങളതിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. കണ്ടില്ലേ, അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ? കാരണം വെച്ചാൽ ഗുരുമാർഗം പ്രകാശ് സഭയുടെയും ഈ പറയുന്ന ഗുരുവന്ദന പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയും ആരോപണങ്ങൾ കൃത്യമായിട്ട് രേഖയുടെ സഹിതമുള്ള മറുപടി കൊടുക്കാം. അവർ പറയുന്ന സമയത്ത് അവർ പറയുന്ന തീയതിയിൽ അവർ പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പം മഹേഷനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും കേൾക്കണ്ട, ഒന്നും പറയണ്ട, ഒന്നും അറിയണ്ട എന്നാണ് പറയുന്നത്. ഈ മഹേഷൻ എന്ന് പറയുന്ന വ്യക്തി 2021 ശാന്തിഗിരി ആശ്രമത്തിൽ കസ്റ്റംസ് റെയ്ഡ് നടന്നപ്പോൾ ED റെയ്ഡ് ചെയ്തെന്നും പറയും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു ഏതൊരു പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ. അന്ന് ഇദ്ദേഹത്തിനെതിരെ വീണ് 2 FIR. ആ 2 FIR വന്നപ്പോൾ പേടിച്ച് വരണ്ട് അജിത്തിനെ വിളിച്ച് പറഞ്ഞ് അജിത്ത് മുഖാന്തരം ഞാൻ കൊണ്ടേ കൊടുത്ത രേഖകൾ മുഖാന്തരമാണ് അദ്ദേഹം രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഗുരുമാർഗം പ്രകാശം രൂപീകരിച്ച് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലീസ് ഹറാസ്മെന്റ് അതിന് രേഖകൾ കൊടുത്തത് ഞാനാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഉപകാരം ചെയ്തിട്ടും ഉപകാരം ചെയ്തവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത്. സാമ്പത്തിക ആരോപണം, മറ്റു പല കാര്യം. ഇദ്ദേഹം ഗുരുമാർഗം പ്രകാശം എന്ന് പുറത്തു പോകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം അംബുജാക്ഷി സുകുമാരൻ സ്മാരക പുരസ്കാരം എന്ന് പറഞ്ഞ് പുള്ളിയുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ ഒരു പുരസ്കാരം ഇവിടെ കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അത് പല അംഗങ്ങളും വിലയ്ക്ക്. അതുകൂടാതെ ഇദ്ദേഹം വേറൊരു സാമ്പത്തിക കാര്യത്തിലൊരു കള്ളം പറഞ്ഞു. ആ കള്ളം പറഞ്ഞതിന് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സംഘടനയിൽ നിന്ന് പോകേണ്ടി വന്നത്. ആരോപണങ്ങൾ പുള്ളിക്ക് പ്രതിരോധിക്കാൻ പറ്റാതെ.
മനസ്സിലായി. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരെയും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് അറിവില്ലായ്മയാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്ന യഥാർത്ഥ ഗുരുവിശ്വാസികളുടെ കൂട്ടായ്മയായ ഒരു സൊസൈറ്റി, ചാരിറ്റബിൾ സൊസൈറ്റിയായ ഗുരുധർമ്മ സംരക്ഷണ സംഘം, അതിൻ്റെ ജനറൽ സെക്രട്ടറിയായ സതികുമാർ എം അദ്ദേഹം നോട്ടീസ് അയച്ചു. എന്ന് വെച്ചാൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെച്ചാൽ നിങ്ങൾ ആരോപിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന തീയതിയിൽ, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് നമ്മൾ ഇതിൻ്റെ രേഖകൾ സമർപ്പിക്കാം, അത് ബോധ്യപ്പെടുത്താം. അതല്ല, നിങ്ങളുടെ ആരോപിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ എന്താ പറയുക, തെളിയിക്കുന്ന കാര്യങ്ങളായ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങൾ കാണിക്കുക. അപ്പം അതിന് ഗുരുനാമത്തിൽ മാപ്പ് പറയും. പക്ഷെ ഗുരുവിനോട് മാപ്പ് പറഞ്ഞാൽ നമ്മളോടൊന്ന് മാപ്പ് പറയട്ടെ. അതേസമയത്ത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് തെളിയിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് മാപ്പ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? ആ കാര്യത്തിന് വേണ്ടി ലെറ്റർ അയച്ചിട്ടുണ്ട്. നമ്മൾ വിളിക്കുന്ന മീറ്റിംഗ് അല്ല, അവർ വിളിക്കുന്നത്. നമ്മൾ അവരോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എവിടെയെങ്കിലും വിളിക്കൂ, നമ്മൾ അവിടെ വരാം, നമ്മൾ തെളിവ് തരാം, രേഖകൾ കാണിക്കാം എന്ന് പറയുമ്പോൾ ഒളിച്ചോടണമെങ്കിൽ അതിലെന്തെങ്കിലും അർത്ഥം ഉണ്ടാകാതിരിക്കും. അപ്പോൾ അതും പ്രകാരം എന്ന് പറഞ്ഞാൽ ശ്രീ ശശി ഉദയഭാനു ആ ലെറ്റർ സ്വീകരിച്ചു. അതിൻ്റെ അക്നോളജ്മെൻറ്റ് കാർഡാണ് തിരിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ മഹേഷ് കുമാർ സ്വീകരിച്ചു, അദ്ദേഹം അത് തിരിച്ചയച്ചു. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിയിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ശാന്തിഗിരി ആശ്രമമായിട്ടുള്ള പല കേസുകളും ഫേസ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കേസുകൾ തോൽപ്പിക്കാൻ ഇവർ ബോധപൂർവം ശ്രമിക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത ഈ പറയുന്ന GSM ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിലെ എല്ലാ എക്സിക്യൂട്ടീവിനും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ യഥാസ്ഥിതി എന്താണെന്നുള്ളത് ബോധിപ്പിക്കേണ്ടത് ഇനി അവരാണ്. മനസ്സിലായി? അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി അവർ ചർച്ചയ്ക്ക് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. ഈ പറയുന്ന ശശിയേട്ടൻ കോഴിക്കോട് വെച്ച് സംസാരിച്ചതിൻ്റെ ആ ഒരു ലിങ്കും ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ പിൻ ചെയ്തതാണ്. അത് കൂടാതെ ഈ പറയുന്ന ആ കോൾ റെക്കോർഡ് എന്ന് പറയുന്നു, അതിൻ്റെ പൂർണ്ണരൂപവും ഈ വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. സബ്മിറ്റ്.